السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഒരുപാട് ബഹുമാനമുള്ള, സ്നേഹമുള്ള ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, കാര്യങ്ങൾ പ്രമാണബദ്ധമായി കേൾക്കുവാനും പഠിക്കുന്നതിനു വേണ്ടിയും വളരെ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഇവിടെ ഇരിക്കുന്ന നല്ലവരായ സത്യാന്വേഷികളായ സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ലൈവിലൂടെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ നിയമത്താണ്. അതൊരു അപാരമായ അനുഗ്രഹം കൂടിയാണ്. മറ്റൊരനുഗ്രഹം, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുകയും നാളെ കേൾക്കാത്ത പുതിയ ആളുകൾക്ക് കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ടാകുന്നു. വർഷങ്ങളോളം യൂട്യൂബിലൂടെ, വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ ഇത് കേൾക്കാനുള്ള അവസരം ഓരോരുത്തർക്കും വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെപ്പോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പർപ്പൂർ സാഹിബിൻ്റെ ഉദ്ഘാടന പ്രസംഗം കേട്ടൊരാളാണ് ഞാനും. ശേഷമുണ്ടായ ഓരോ സംസാരങ്ങളും ബഹുമാന്യനായ ടി കെ, നമ്മളെല്ലാവരും ആദ്യം തന്നെ സത്കർമ്മത്തിൽ മുന്നിട്ടിറങ്ങി വിജയിക്കണം എന്ന പോയിന്റിലൂന്നി അദ്ദേഹം സംസാരിച്ചു. അബ്ദുള്ള സ്വലാഹി മാഞ്ഞാലി, നരകവാടങ്ങൾ പൊട്ടിയടക്കപ്പെടുകയും സ്വർഗം മലർക്കെ തുറക്കപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും മൗലിക പ്രാധാന്യമർഹിക്കുന്ന പോയിന്റിലൂടെ കടന്ന് ഹൃദയത്തെ കോരിച്ചരിപ്പിക്കുന്നതും കണ്ണുകളെ നനപ്പിക്കുന്നതുമായ എൻ്റെ പ്രിയ സുഹൃത്ത് സാഫി സബാഹിയുടെ പ്രസംഗം നടന്നു. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള 5 സുപ്രധാനമായ പോയിന്റുകളിലൂടെ ഈ മസ്ജിദ് സമ്മേളനത്തിൻ്റെ, മസ്ജിദ് തൗഹീദിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധമായി നടക്കുന്ന വിഷയാവതരണങ്ങൾ കൂടിയാണിത്. ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം ഖുർആനികമായി നാം ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കാരം നിർവഹിച്ചു. ജീവിതത്തിൽ ഒരുപാട് കാലം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ ഹിദായത്ത് ഉൾക്കൊള്ളുന്ന പാതയിൽ എന്നെ നയിക്കണമേ, ഈ പ്രാർത്ഥനയാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നത്. ഹിദായത്ത് കിട്ടണമെങ്കിലോ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരാശയമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കൽ ഹിദായത്ത് ലഭിക്കാനുള്ള കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം പോരാ, അതിൽ പ്രമാണത്തോട് കൂറു പുലർത്തുന്നത് ഒരാളുടെ പ്രഭാഷണത്തിൽ തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, മസ്ജിദ് നബവിയിലെ പ്രവാചക തിരുമേനിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഖബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ വാക്കുകളിലും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകും, ഈ പ്രവാചകന്റെ വാക്കിൽ ഒഴികെ എന്ന് പറയുന്നുണ്ട്. അപ്പം വബശിർ ഇബാദ്, ഖുർആനിലെ 39 അധ്യായം 17 വചനം, എൻ്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കൂ പ്രവാചക. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ. അവസാനിച്ചില്ല, ഫയത്തബിയൂന അഹ്സനഹു, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുന്നവർ. മൊബൈലിൻ്റെ റിംഗ് ടോണുകൾ, പരിസരത്തുള്ള സംസാരങ്ങൾ, ഒരു സദസ്സിലാണെങ്കിലും ഞാൻ ഒറ്റക്കൊരു കസേരയിൽ ദീന് കേൾക്കുകയാണെന്നുള്ളൊരു ബോധം വേണം. വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ആരുമില്ല എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഒറ്റക്കൊരു പ്രസംഗം ഒരു ഓഡിറ്റോറിയത്തിനുള്ളിൽ കേൾക്കുന്നു എന്ന മനസ്സോടെ ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നല്ലവണ്ണം ശ്രദ്ധിക്കുന്നവർക്കാണ് ഹിദായത്ത് കൊടുക്കുക എന്നുള്ള പറയുന്നു. നാം ആകട്ടെ അള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പൊ അല്ല പറയാണ് ഫയത്തബിയൂന അഹ്സനഹു, ആ കേട്ടതിൽ ഏറ്റവും നല്ലത് പിൻപറ്റണം എന്നല്ല പറയാണ്. അവർക്കാണ് ഹിദായത്ത്. ഫൗലായികഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ. ആരാണ് ബുദ്ധിയുള്ളവർ? കേട്ട് ബഹളമില്ലാതെ ശ്രദ്ധിച്ച് കേട്ട്, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കരുത്, കൂക്കുമുളിയും ഉണ്ടാക്കരുത്. ഒരു പ്രഭാഷണം നടക്കുകയാണ്, അവിടെ ശ്രദ്ധിച്ച് കേൾക്കാനാണല്ലോ പറഞ്ഞ്, അതൊരു വലിയ യോഗ്യതയാണ്. അവർക്കാണ് സന്തോഷ വാർത്ത എന്ന് പറയും. 39 അധ്യായം 17-18 വാചകമാണ്. അപ്പൊ മൂസാ നബി കുടുംബസമേതം യാത്ര പോവുകയാണ്. തുരിസിന പർവ്വതത്തിന്റെ ചാരത്തെത്തിയപ്പോ പർവ്വതത്തിന്റെ ഉച്ചസ്ഥായിയിൽ ഒരു വെളിച്ചം കാണുന്നു. അദ്ദേഹം ഫാമിലിനോട് പറയാണ്, ഞാനൊന്ന് പോയി നോക്കട്ടെ, ഒരുപക്ഷെ ഹിദായത്ത് കിട്ടിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യാനുള്ള വെളിച്ചം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ കുടുംബത്തെ പർവ്വതത്തിന്റെ താഴെ നിർത്തി അദ്ദേഹം തുരിസിന പർവ്വതത്തിലെത്തുമ്പോൾ ആ പരിശുദ്ധമായ തുവാ തായ്വരയിൽ അല്ല പറയാണ്, മൂസ പരിശുദ്ധമായ തുവാ തായ്വരയിലാണ്, ചെരുപ്പഴിച്ചു വെക്കണം. അടുത്ത വാചകം എന്താണ്? ഫസ്തമി ലിമാ യൂഹാ, ഫസ്തമി, നീ ശ്രദ്ധിച്ച് കേൾക്കണം, ലിമാ യൂഹാ, വഹി നൽകുന്നത്. 20 അധ്യായം 12-13 വാചക. അവിടെയൊക്കെ ഉപയോഗിച്ച പദം എന്താണ്? അശ്രദ്ധമാകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം എന്നാ. ഇപ്പൊ ഹീബ്രു ഭാഷയിൽ ബൈബിളിലെ മാർക്കോസിന്റെ 12 അധ്യായം 29 വചനം ഹീബ്രു ഭാഷയിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഷമ്മ ഇസ്രായേല, ഷമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ, ഷമ്മ. ആ വാചകം തന്നെ വേറൊരു ചെറിയ വ്യത്യാസത്തിലാണ് ഇവിടെ വരുന്നത്. ഭഗവത്ഗീതയിൽ പിന്നെ സംസ്കൃതത്തിൽ വരുന്നത് കേട്ടു നോക്കിയ നിങ്ങള്, ഷമ്മ ഇസ്രായേല, ഇതേ വാചകമാണ്. വേദഗ്രന്ഥങ്ങൾ പറയുമ്പോൾ എന്താ പറയുന്നത്? ശ്രുമേ ശ്രമ്മ ശ്രുമേ പരം വജ. വേദത്തിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ കാര്യമാണ്, ശ്രുമേ പരം വജ ഷമ്മ ഇസ്രായേല ഫസ്തമി. ഈ അക്ഷരങ്ങളൊക്കെ വലിയ അടുപ്പുണ്ട്, ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എല്ലാ വേദങ്ങളും പറയണു ശ്രദ്ധിച്ച് കേൾക്കാൻ. ഭഗവത്ഗീത തുടങ്ങണേന്ന് അങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. രാമായണത്തിൽ അർജുനൻ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നതും വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞുള്ള വാക്കുകൾ. എല്ലാ വേദഗ്രന്ഥങ്ങളും ലിസണിയർ. നമ്മൾ കുട്ടികളെ പഠിക്കുന്നിടത്ത് ഗുരുനാഥൻ പറയുന്ന വാചകവും ലിസണിയർ, ശ്രദ്ധിച്ച് കേൾക്കാൻ. യാ യുവന്നാസ്, അല്ലയോ മനുഷ്യരെ,
ളുരിബ മസലും ഫസ്തമിഉ ലഹു 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനം. സൂറത്ത് ഹജ്ജിൽ 78 വചനേ ഉള്ളൂ. അതിലെ 73-ാമത്തെ വചനം പറയുന്നറിയോ, മനുഷ്യരെ ഇതാ നിങ്ങൾക്കൊരു ഉപമ, ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. ഫസ്തമിഉ ലഹു, ശ്രദ്ധിച്ച് കേൾക്കി. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് ഈ സദസ്സിന്റെ ഒരു ഗുണമായി തീരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചിന്തയാവണം നമ്മുടെ പ്രധാനമായ 78 സ്ഥലത്ത് ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ജനതാര മുസ്ലിങ്ങളാണ്. ഏറ്റവും കൂടുതൽ ചിന്ത കുറഞ്ഞു പോകുന്ന ജനതയായി ഇന്ന് ലോകത്ത് പരിശോധിച്ച മുസ്ലിങ്ങളെ കാണുന്നു. എന്തുകൊണ്ട്? ലോകത്ത് ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം വായിക്കൂ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ? ഖുർആൻ അല്ലാതെ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്ത്, അതുപോലെ സെന്നവസ്, തെൽമൂദ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഒടുവിലത്തെ ഗ്രന്ഥം ഖുർആൻ. ആ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങൾ 1 മുതൽ 5 വരെ 96-ാം അധ്യായം ഇഖ്റഅ, വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. കലം, പേന, സൂറത്ത് കലം 68-ാം അധ്യായം. നൂൻ വൽ ഖലമി വമാ യസ്റൂൻ. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അത് കാണുന്നത്. വായിക്കുക, എഴുതുക എന്നത് ലോകത്ത് ഏറ്റവും പ്രധാനമായി മനുഷ്യന് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇവിടെ ഒരു മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുന്നു. മസ്ജിദുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. മസ്ജിദ് നബവിയുടെ നിർമ്മിതിയുടെ ആദ്യഘട്ടങ്ങളെ പറ്റി പറഞ്ഞു. ഒട്ടകം മുട്ടുകുത്തിയ ഇടം പറഞ്ഞു. അവിടെ ഉണ്ടായ ബാധ്യതകൾ പറഞ്ഞു. അത് പൈസ കൊടുത്ത് വാങ്ങിയതിനെ കുറിച്ചിട്ട് ഇക്കെ ഓർമ്മപ്പെടുത്തി. മസ്ജിദ് നബവിയിലെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. ഇബാദത്തുകളുടെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? റുക്കൂ നടക്കുന്ന ഇടമാണ് മസ്ജിദ്. വർക്കൗ, അവിടെ റുക്കൂ ഉണ്ട്, അവിടെ എഴുത്തിദാലുണ്ട്, ഇല്ലേ, ഒക്കെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് മസ്ജിദ് എന്ന് പേര് വന്നു? റുക്കുവിന്റെ സ്ഥലം എന്ന് പറഞ്ഞോ സുജൂദിന്റെ സ്ഥലം എന്നാ പറഞ്ഞ്. എന്താ അത് പറയാൻ? പള്ളിയിൽ കൈകെട്ടി നിൽക്കുന്ന സ്ഥലം എന്ന് മസ്ജിദിന് പേര് വന്നില്ല. സുജൂദ്, മസ്ജിദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം. എന്തുകൊണ്ടാണ് നിസ്കാരത്തിലെ സുജൂദിനെ മാത്രം സൂചിപ്പിക്കുന്ന പേര് പള്ളിക്ക് വന്നത്? കാരണം അള്ളാഹുവിനോടൊരടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണ്. മണ്ണിൽ വീണ് തല കൊടുക്കണം പടച്ചോന്. അത്ര വലിയ വിനയം, ഇബാദത്തുകളിൽ ഏറ്റവും വലിയ വിനയം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 9-10 വചനങ്ങൾ വായിക്കേണ്ടതാണ്. അല്ലെ, ഞാൻ പറയുന്നത് മസ്ജിദ് സുജൂദ് ആർക്കാണത്? പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ഇത് ഇന്ത്യയാണ്, ഒരുപാട് മതങ്ങളുടെ നാട്. ഞാൻ ഓരോ പോയിന്റ് പറഞ്ഞു പോവുകയാണ്. ഓരോ ആരാധനാലയങ്ങൾ, ആ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ആരാധന ആർക്കുള്ളതാണ്? ഒന്നാമത്തെ പോയിന്റാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് മസ്ജിദു തൗഹീദ്, തിരൂർ ടൗണിലെ ബസ് സ്റ്റാൻഡിലെ ഒരു പള്ളിയുടെ പേര് മസ്ജിദു തൗഹീദ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി വർഷങ്ങളോളം ഖുതുബ നടത്തിയ സ്ഥലം. മസ്ജിദു തൗഹീദ് എന്ന് പലയിടങ്ങളിലും പള്ളിക്ക് പേരുണ്ട്. മസ്ജിദ് തൗഹീദ് ചങ്ങരകുളം സമ്മേളനത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ പ്രദേശത്ത് നമ്മളൊരു പള്ളി ഉദ്ഘാടനം ചെയ്തു. അതിനെന്തുകൊണ്ടാണ് മസ്ജിദ് തൗഹീദ് എന്ന് നമ്മൾ പേര് കൊടുത്തത് എന്ന് ആലോചിക്കാനാണ്. കാരണം പള്ളിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഇബാദത്ത്, ദുആ ആണ്, ആ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നടക്കുന്ന കേന്ദ്രമാണ് പള്ളി. അതാകട്ടെ അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഈ വാചകം പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാൻ സുമ്മ ഖറഅ, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു എന്ന റിപ്പോർട്ടാണ്. അദ്ദുആ ഹുവൽ ഇബാദ സുമ്മ ഖറഅ ഫഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അതായത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആ ആണ്. അതിനാണ് 40-ാമത്തെ അധ്യായം 60-ാമത്തെ വചനം തെളിവാക്കി തിരുദൂതർ, വചനസാഗരങ്ങളുടെ ചക്രവർത്തി മുത്തുനബി ഈ വാചകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടോ, അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി അള്ളാന്റേതാണ്.
മസ്ജിദ് അള്ളാന്റെതാണ്. ഫലാ തദൂ മഅല്ലാഹി അഹദ, അവന്റെ കൂടേന്നാ. എന്താ അവന് പുറമേന്ന് പോലെയല്ല, അവന്റെ കൂടെ. അള്ളാഹ്ക്കറിയാം പള്ളി അള്ളാനെ വിളിക്കുന്ന പള്ളിയാവും, അതേ പള്ളി തന്നെ മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന പള്ളിയാകും അള്ളാഹ്ക്കറിയാവുന്നതുകൊണ്ടാണ് ഖുതുബിയത്ത് നടത്തും ഒരു കാലഘട്ടത്തിൽ ഈ സമുദായം എന്ന് റബ്ബിനറിയുന്നുണ്ടാ. റബ്ബ് പറഞ്ഞ് ഖുതുബിയത്തിൽ 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിക്കല, ഒഴിഞ്ഞിരുന്ന് 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ പള്ളിന്ന് വിളിക്കുക. അള്ളാനെ വളരെ കുറച്ച് വിളിച്ച കൗമ് അതേ പള്ളി അല്ലല്ലാത്തൊരു ശൈഖിനെ വിളിക്കാൻ ഉപയോഗിക്കുക. അതറിയാവുന്ന റബ്ബാണ് മഅല്ലാഹി അഹദ, അള്ളാനോടൊപ്പം, അള്ളാന്റെ കൂടെ. വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. മഗ്‌രിബിന് അള്ളാനെ വിളിക്കും, മരുസ്കാരം കഴിഞ്ഞാൽ ഇശാഇന്റെ ഇടയ്ക്ക് ഖുതുബിയത്ത് നടത്തും, അവിടെ 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിക്കും. ഇത് നടക്കുന്നറിയാന്നുകൊണ്ട് അള്ള പറഞ്ഞു പള്ളിയിൽ അത് നടക്കരുതടോ, അവിടെ അള്ളാനെ മാത്രമേ വിളിക്കാവൂ. അപ്പോ മഅല്ലാഹി എന്ന വാചകത്തിന്റെ അർത്ഥം അറിയാത്തവർ പള്ളിയിൽ വെച്ച് അത് നടത്തും. പേരിൽ മഹാപണ്ഡിതന്മാരുടെ പേരുണ്ടാവും, വലിയ ശൈഖന്മാരുടെ പേരുണ്ടാവും, പക്ഷേ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവില്ല. 72-ാം അധ്യായം 18-ാമത്തെ വചന തൊട്ട് 19 കഴിഞ്ഞ് 20 എന്താണ്? 72-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനം എന്താണ്? കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ, പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. ഞാൻ അവനിൽ ആ ദുആഇന്റെ കാര്യത്തിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് ഞാൻ പറയില്ല, ഉഹ്ദീങ്ങളെ കാക്കണേ എന്ന് ഞാൻ പറയില്ല, ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് ഞാൻ പറയില്ല, നൂഹ് നബിയെ കാക്കണേ എന്ന് ഞാൻ പറയില്ല. ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. ഞാൻ അവനിൽ ഒന്നിനെയും മലക്കുകളെ, ജിന്നുകളെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ ഇല്ല. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും പശുവും തേളും പാമ്പും എലിയും ഒന്നും ഒരു സൃഷ്ടിയെയും പ്രാർത്ഥനയാകുന്ന ഇബാദത്തിന്റെ പരിധിയിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയില്ല. ഇതാണ് മസ്ജിദ് തൗഹീദ്. ശരിക്കും മസ്ജിദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു അർത്ഥം എന്താ അറിയോ? ഈ പള്ളിയിൽ ഖുതുബിയത്ത് നടക്കൂല എന്നാണ് ആ പേരിന്റെ അർത്ഥം. ആ പേര് കണ്ട ആദ്യം മനസ്സിലാക്കുക പള്ളി ഖുതുബിയത്ത് നടക്കാത്ത പള്ളിയാണ്. പോയിന്റ് നമ്പർ 2. നമ്പർ 3, മസ്ജിദ് തൗഹീദ് എന്ന് കണ്ടാൽ അള്ളാന്റെ വഹദാനിയത്തല്ലാതെ ഇവിടുത്തെ ഖതീബ് പറയൂല. അതിന് നമ്പർ 3. നമ്പർ 4, മസ്ജിദ് തൗഹീദ് എന്ന് കണ്ടാൽ അത് സമസ്തയുടെ പള്ളിയാവൂല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് APEK സുന്നികൾ മസ്ജിദ് തൗഹീദ് ഇട്ടേ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താടാത് ഓലയിലല്ലാന്ന് ഓൽക്കറിയാം. വെറുതെ എന്തിനാ? ഞങ്ങൾ ചെയ്യുന്ന പണി വേറെയാണ്, പിന്നെ വെറുതെ പേരിട്ട് ജനങ്ങളെ പറ്റിക്കണമെന്ന് അത്രയെങ്കിലും സത്യസന്ധത പുലർത്തി. അൽഹംദുലില്ലാഹ്. അതാണ് ഇതിൻ്റെ വേറൊരു പൊരുള്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? അത് കണ്ടാ അറിയാം ഇവിടുത്തെ ഖുതുബ, ഇവിടെ വരുന്ന ജനങ്ങൾ കേരളക്കാരാണെങ്കിൽ ഒരു മലയാളികളാണെങ്കിൽ ഓല ഭാഷയിലായിരിക്കും ഇവിടെ ഖുതുബ ഉണ്ടാവുക എന്ന് ആ പള്ളി കണ്ടാ അറിയാം. ആ പള്ളി കണ്ടാ അറിയാം. അതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു പോയിന്റ്. അതെന്താ കാരണം? നബിയുടെ ഖുതുബയെ പറ്റി ജാബിർ റളിയല്ലാഹു പറയാൻ, ഒരുപാട് സ്വഹാബത്ത് പറയാൻ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അടിവരണം കേട്ടോ, അടിവരണം. എന്താ അടിവരേണ്ടത്? യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബിക്ക് 2 ഖുതുബ ഉണ്ടാവും. ഒന്ന് കുറച്ച് ദീർഘമായി, പിന്നെ ഒന്ന് ഇടയിൽ ഇരിക്കും, പിന്നെ എഴുന്നേറ്റ് ഒരു അല്പസമയം കൂടെ. എന്നിട്ട് ആ ഹദീസിലുള്ളത് എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാചകമല്ല. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബി ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, അന്നാസ്, മാസ്. വലിയൊരു പ്രധാനമായ പോയിന്റാണ്. ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്നു. അതായത് പള്ളിയിൽ വരുന്ന കാലത്ത് മസ്ജിദ് നബവിയിൽ 500 ഖുതുബ നടന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 10 കൊല്ലം കൊണ്ട് 500 ഖുതുബ നടത്തി. ആ 500 ഖുതുബയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം ഓരോ തിന്മയും ഓരോ വെള്ളിയാഴ്ച ഇല്ലാതായി. അതിനായിരുന്നു മിമ്പർ, അതിനായിരുന്നു ഖുതുബ. യഖറഉൽ ഖുർആന, ഖുർആൻ ഓതണം. പോരാ, ഖുർആൻ ഓതിയോണ്ട് കാര്യമല്ല,
അവിടെ അവസാനിച്ചില്ല ഹദീസ്. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ജനങ്ങൾക്ക് ഉത്ഭുതത ഉണ്ടാകണം. ആയിഷത്താത്ത പള്ളിയിൽ പോയി, ചെറിയൊരു അവിഹിതം ഉണ്ടായിരുന്നു ആയിഷത്താത്താക്കെന്ന് വിചാരിച്ചോ. അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ആ അവിഹിതമില്ലാത്ത ആയിഷത്താത്ത വരണം. അപ്പോഴാണ് കുത്തുബയാകുക എന്ന് അള്ളാന്റെ റസൂൽ മുത്തുനബി. അതാണോ കേരളത്തിലെ പള്ളി? എല്ലാവരും ഷാഫി എല്ലാവരും പറഞ്ഞില്ല, നമ്മളൊക്കെ പറയുന്നു മുസ്ലിം കുട്ടികളിൽ കഞ്ചാവ് വർദ്ധിക്കുന്നു. അതെന്തുകൊണ്ടാ? മുസ്ലിം പള്ളിയിൽ അറബിയിൽ ഖുത്ബ നടക്കുന്നതുകൊണ്ടാണ് കഞ്ചാവ് വർദ്ധിക്കുന്നത്. നിങ്ങൾ അംഗീകരിക്കുമോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മുസ്ലിം സമൂഹത്തിൽ തിന്മ ഉണ്ടാകാൻ കാരണം മൊയ്ലിയാന്മാർ അറബിയിൽ ഖുത്ബ നടത്തിയിട്ടാണ്. ഇത് പറയരുത് എന്നായിരിക്കും നിങ്ങളൊക്കെ ആഗ്രഹിക്കുക. എനിക്ക് അള്ളാനെ കണ്ടുമുട്ടണം. അതുകൊണ്ട് ഞാൻ പച്ച സത്യം പറയണേ, ഈ പള്ളിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ ഒരു ഖുത്ബക്ക് ഒരു സ്കൂൾ വിദ്യാർത്ഥി കയറിയാൽ ഓൻ അടുത്ത ആഴ്ചയും വരാൻ തോന്നും. അതെന്താ? കഞ്ചാവ് കൊടുത്തിട്ടല്ല, ആയത്ത് ഓന് ലഹരിയായി തീരുക. അൽ ഖുർആനു റബിയ ഖൽബി, അവന്റെ ഹൃദയത്തിന്റെ വസന്തം. ഞാൻ വൈറ്റിലെ പള്ളിയിൽ ഖുത്ബ പറഞ്ഞ കാലത്ത് ഒരു ചെറുപ്പക്കാരന് സ്കൂളിൽ നിന്ന്, സാധാരണ തൊട്ടടുത്ത് വൈറ്റിലെ ഒരു AP പള്ളിയുണ്ട്, ആ പള്ളിയിലാണ് പോവുക. അന്ന് എന്തോ കാരണത്താൽ അവന് മുജാഹിദ് പള്ളിയിൽ കയറി. അപ്പൊ അവിടെ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പയ്യൻ വരുന്നു, അവൻ ആ ഖുത്ബ കേൾക്കുന്നു. ആ ഖുത്ബ കേട്ടിട്ട് പിന്നീട് അവൻ ആ പള്ളിയിൽ വരുന്നു. അവരാള് ചോദിച്ചേടാ, കുറച്ച് വെള്ളിയാഴ്ചയായിട്ട് നിന്നെ ഈ പള്ളി കാണണില്ലല്ലോ. അപ്പൊ അവിടെ പറഞ്ഞാൽ ഞാനിവിടെ സെൽഫി പള്ളിയിലാണ് പോണത്. അതെന്തേ നീ എവിടെ പോണേ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒന്നുമില്ല, എനിക്ക് മനസ്സിലാവണുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അവിടെ സംസാരം. ആയത്തോതും, അധ്യായ നമ്പർ പറയും, വചന നമ്പർ പറയും, ഹദീസ് ഉദ്ധരിക്കും, അർത്ഥം പറയും, എന്നിട്ട് ആധുനികതയുമായി അതിനെ ബന്ധപ്പെടുത്തും. അപ്പൊ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും. ഞാൻ നന്നായി. അപ്പോ എന്തേ ഇവിടെ വരാത്ത? ഒന്നുമില്ല, അറബിയിലാണ്, അതൊരു ഒച്ചയാണ്. ഒച്ച കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഏതെങ്കിലും ട്രെയിനിന്റെ സൈറൻ കേട്ടാ പോരെയെന്ന്. ഒച്ചക്കാണെങ്കിൽ അറബി അറിയാത്തൊരു കുട്ടിക്ക് ഉസ്താദിന്റെ ഒച്ച ഒരു സൈറൻ കേൾക്കുന്ന പോലെ. അറബികൾ സാധാരണ നമ്മൾ മലയാളത്തിൽ അറബി നാട്ടിൽ നിന്ന് പറയുമ്പോൾ അവർ പറയും ഈ പാത്രത്തിൽ കല്ലിട്ട് കുലുക്കുന്ന പോലെ. അതെന്താ അവർക്ക് അങ്ങനെ തോന്നാൻ കാരണം? നമ്മൾ നല്ല സുന്ദരായ ആശയമായിരിക്കും പറയുന്നത്, പക്ഷെ അറബിക്ക് മലയാളം തിരിയാത്തതുകൊണ്ട് അവർക്ക് നമ്മൾ കളകളാന്ന് പറയണായിട്ടാ തോന്നുന്നത്. നമുക്ക് തീരെ തിരിയാത്തൊരു അറബി ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുന്നു അറബിയിൽ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അറബി തിരിയുന്ന ഒരാളുണ്ട്, ചിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അയാൾ കരയുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുക വട്ടായിപ്പോയി. ഇവിടട്ട് ചിരിയുമില്ല, ഇവിടട്ട് കരച്ചിലുമില്ല. എന്താ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. എന്നാ ഈ പള്ളിയുടെ പ്രത്യേകത എന്താ അറിയോ? ഈ പള്ളിയുടെ പ്രത്യേകത ഹംദും സലാത്തും തെക്കുവ കൊണ്ടുള്ള വസിയത്തും അറബിയിലായിരിക്കും. അത് കഴിഞ്ഞ ഒരായത്ത് ഉദ്ധരിക്കും, അർത്ഥം പറയും, അധ്യായം പറയും, വചനം പറയും. ഇമാം ബുഖാരി ഇത്രാമത്തെ ബാബ്, ഇന്ന ഹദീസ്, ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ ഖുതുബ. അപ്പൊ ഇവിടെ വന്നൊരുത്തൻ ചക്കരയിൽ ഈച്ച പൊതിഞ്ഞ പോലെ ആയിരിക്കും പിന്നെ ഇവിടെ. അതെന്താ? ഓനോടുള്ള സംസാര. അല്ല ഖുർആനിൽ പറഞ്ഞു എന്ത്? ജനങ്ങളുടെ ഭാഷയിലാണ് മതം പറയേണ്ടതെന്ന്. ആഹാ, അല്ല ഖുർആനിൽ പറയാണ് മലയാളികൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെറുതെ അറബി പറഞ്ഞ് സമയം മെനക്കെടുത്തിക്കരുത് എന്ന് അല്ല ഖുർആനില്. അള്ളാന്റെ ഖുർആനില് മലയാളികളോട് അറബി പറഞ്ഞ് തൊലക്കരുത്. മലയാളിയൊക്കെ അറബി പഠിച്ച് 100 ആളിരുന്നു 90 ആൾക്ക് അറബി അറിയാം, എന്നാ പിന്നെ 10 ആൾക്ക് വേണ്ടി മലയാളത്തിൽ പറയരുത്. അപ്പൊ 90 ആൾക്ക് വേണ്ടി അറബിയിലേ പറയാവൂ. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? ഖുർആനിലെ 14-ാം അധ്യായം അടിവരട്ടോ, ഇന്ന് ഹൃദയത്തിൽ കൊളുത്തി വെച്ചിട്ട് പോയിക്കോ. 14-ാം അധ്യായം 4-ാമത്തെ വചനം. ആ വചനത്ത് പറയണ എന്തറിയോ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടോളൂ നിങ്ങൾ. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു നബിയെയും നാം അയച്ചിട്ടില്ല. എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ? ഇല്ലാ ബിലിസാനി ഖൗമി, തന്റെ കൗമാരാണോ ആ കൗമിന്റെ ഭാഷ ഏതാണോ ആ ഭാഷയിലായിക്കൊണ്ടല്ലാതെ. എന്തിനു വേണ്ടി? അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. എന്നിട്ട് അന്നെന്താ പറയണറിയോ? കാര്യങ്ങൾ ഓന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രവാചകൻ സംസാരിച്ച്. ഒന്നെങ്കിൽ ഓന് ഹിദായത്തിലാകും, അല്ലെങ്കിൽ ഒന്ന് ലലാലത്തിലാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അബൂജഹൽ നാളെ മസ്റയിൽ വരും, അബൂജഹലിന്റെ മകൻ ഇക്രിമയും വരും. രണ്ടാളും അറബികളാ. അബൂജഹലിനെ ഇക്രിമനെ അല്ല നിലനിർത്തും. ഇക്രിമക്ക് ഹിദായത്ത് കിട്ടിയ ആളാ, സ്വഹാബിയാണ്, റളിയല്ലാഹു അൻഹു ആണ്, അബൂജഹലിന്റെ മോനാണ്.
ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇന്ന് നല്ല എന്നും ചിന്തിക്കാൻ വേണ്ടിയാണ് ആഹ്വാനം. നല്ലോണം ആലോചിക്കുക. രണ്ടാളും അറബികളാ, ഒരാൾ ദലാലത്തിലാ. അപ്പൊ അബൂജഹൽ പറയാണ് അള്ളാനോട്, ഇതിന്റെ മോനാണ് ഇക്രിമ, ഓന് തിരിയുന്ന ഭാഷയിൽ നബി സംസാരിച്ചു, എനിക്ക് തിരിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തേ അബൂജഹലെ നീ നിഷേധിച്ച്? നിനക്കും മോനും ഒരേ ഭാഷയായിരുന്നില്ലേ എന്ന് ചോദിക്കും. അവർ അതേ ഒരേ ഭാഷയായിരുന്നു. എൻ്റെ ഉപ്പാക്ക് കാര്യം മനസ്സിലായി, പക്ഷെ ഇപ്പം നേതാവ് എന്നുള്ളവർക്ക് തിരസ്കരിച്ചു. ഞാനത് കേട്ടു പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് കപ്പലിൽ വെച്ച് തൗഹീദും സ്വീകരിച്ചു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ബാപ്പാന്റെ ഭാഷ വേറെയും മകന്റെ ഭാഷ വേറെയാണെങ്കിൽ അള്ള ശിക്ഷിക്കോ ബാപ്പാനെ? അള്ള നീതിമാനാവോ? ഉപദേശം എന്താന്ന് മനസ്സിലായില്ല, ആ കുട്ടിക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് പറഞ്ഞു, പക്ഷേ കുട്ടി നേരെ വിരീതം പോയി. ആ കുട്ടീനെ തല്ലു ഒരധ്യാപകൻ. തച്ചാല് നമ്മൾ ഒരേ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയും. അതാ അള്ള ഖുർആനിൽ പറയുന്നത്. അതുകൊണ്ടാ മാതൃഭാഷയിൽ, എന്തുകൊണ്ടാ മാതൃഭാഷയിൽ നബി അറബിയിൽ കുത്തുബടത്തിയോണ്ടാണ് ഞങ്ങൾ മലയാളത്തിൽ കുത്തുബടത്തുന്നത്. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ മനസ്സിലാക്കി തരാം. നബി അങ്ങാടി പ്രസംഗിച്ചു. ഏത് ഭാഷയിൽ? ഉഖാദ, ദുൽമജാസ്, മജന്ന. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഉഖാദയെ പറഞ്ഞ വാചക അറബിയിലല്ല, അറബിയിലാണ് അല്ലെ? അറബിയിലല്ലേ പറയുന്നത്? അതേ നബി ഹിദായത്ത് കിട്ടിയ ആള് മസ്ജിദ് നബവിയിൽ എത്തിയാലോ ഓല ഭാഷ അറബി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമിഴ്നാട്ടിലെ വന്നെന്ന് വിചാരിക്കുക എങ്കിൽ അണ്ണവാറുകളെ തായ്മാറുകളെ നല്ലപടിയാ യോസിച്ച് പാറുങ്കിൽ. ഖുർആന പറയുന്നത് തമിഴ്നാട്ടില് സൈനുലാബിദീൻ അങ്ങനെയല്ലേ, കോവൈ അയ്യൂബ് മൗലവി അങ്ങനെയല്ലേ, തമിഴിലാ പറയുന്നത്. എന്താ കാരണം? ഇവിടെ അമേരിക്കയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നല്ലോ സമസ്തക്കാര്, അയാളെ കുത്തുബടത്തിന് അവിടെ ഇംഗ്ലീഷിലാ, എന്നിട്ട് ആ മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നില്ലേ? അതെന്താ കാരണം? കാരണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ പള്ളി അർത്ഥപൂർണമാകുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഏറ്റവും വലിയ പള്ളിയൊക്കെ ഇവിടുത്തെ സമസ്തക്കാരെ കയ്യിലാണ്. ഞാൻ വിചാരിക്കും, പടച്ചോൻ ഇങ്ങനത്തെ പള്ളി ഞങ്ങൾക്ക് കിട്ടിയിരുന്ന മനുഷ്യന്മാർ നന്നാകുകയായിരുന്നു. ഇവർക്കിനി 5 ഏക്കർ സ്ഥലത്ത് പള്ളിയാട് കിട്ടി. ലോകത്തിൽ ഏറ്റവും മുന്തിയ സംവിധാനം ഉണ്ടായി. ഓരോ കാർപ്പറ്റിന് 1 കോടി ഉറുപ്പ്യ ഉണ്ടായി. എന്ത് കാര്യം? 10 പൈസന്റെ ബുദ്ധിയും കഥയുള്ള ഒരുത്തൻ ആ മിമ്പറിൽ കയറുന്നുണ്ടോ? ഓന്റെ കേട്ടിട്ട് ഒരുത്തൻ നന്നാകുന്നുണ്ടോ? 60 കൊല്ലം മുമ്പ് അറബിയിൽ ഖുത്ബ കേട്ടോൻ 60 കൊല്ലം കഴിഞ്ഞിട്ടും 60 കൊല്ലം മുമ്പ് ചെയ്ത തെറ്റ് ഇപ്പോഴും ചെയ്യാൻ. നേരെ മറിച്ച് മുത്തുനബി നടത്തിയ ഖുത്ബയുടെ പ്രത്യേകത എന്താ? ഇഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. ജനങ്ങൾ ഉത്ബുദ്ധരായി. ഒരു ലളിതമായ ഉദാഹരണം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോൾ ഒരു ദരിദ്രൻ വളരെ മുഷിഞ്ഞൊരു കുപ്പായൊക്കെ ഇട്ടിട്ട് പള്ളിയിലേക്ക് ലാസ്റ്റ് കയറി വന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബക്ക് ശേഷം അവരോട് പറഞ്ഞു, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇന്ന് ശേഖരിക്കുന്നുണ്ട്, ഈദ് കിസ്വ, നമ്മളെ പ്ലാൻ. അത് റസൂൽ പഠിപ്പിച്ച. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഈ 2 കൂട്ടം ഡ്രസ്സ് മദീനത്ത് ഇങ്ങനെ കൂമ്പാരായി കിടന്നു. അതിൽ ഏറ്റവും നല്ല 2 കുപ്പായ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലാസ്റ്റ് വന്ന വ്യക്തിക്ക് കൊടുത്ത്. നെക്സ്റ്റ് ഫ്രൈഡേ, അടുത്ത വെള്ളിയാഴ്ച, ഈ 2 കുപ്പായം വാങ്ങിയ മനുഷ്യനില്ലേ, അയാൾ അടുത്ത വെള്ളിയാഴ്ച വന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡ്രസ്സ് ശേഖരണമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അന്ന് എന്താ ഉണ്ടായത്? കഴിഞ്ഞ വെള്ളിയാഴ്ച 2 കൂട്ടം ഡ്രസ്സ് വാങ്ങിയ ആ മനുഷ്യൻ 1 കൂട്ടം ഡ്രസ്സ് നെക്സ്റ്റ് ഫ്രൈഡേ ദാനം ചെയ്യുന്ന വ്യക്തിയായി മാറി. ഇതാണ് മുത്തുനബിയുടെ ഖുത്ബ. നേരെ മറിച്ച് കേരളത്തിലോ വേണ്ട, ഇതൊക്കെ വിട്ടോ, ഒരു അറബി ഖുത്ബ കേൾക്കുന്ന സുന്നി പള്ളി, AP പള്ളി, അതിൽ നിന്നൊരാൾ ഇറങ്ങി വരുന്നു. മസ്ജിദ് തൗഹീദ് എന്നൊരു കുട്ടി ഇറങ്ങി വരുന്നു. 2 കുട്ടികളെയും വിളിച്ചു വരുത്തുക. മോനെ, മസ്ജിദ് തൗഹീദിലെ ഖുത്ബ നിന്റെ കുട്ടിക്ക് എന്തേ കിട്ടിയത്? അപ്പൊ ആ കുട്ടി പറയും, 5-ാം അധ്യായം 90-91 വചനായിരുന്നു പറഞ്ഞത്, മദ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ഖംറി എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധിയെ മറപ്പിക്കുന്നത് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പറയും. തൊട്ടപ്പുറത്ത് AP പള്ളി നിറങ്ങുന്ന +2 കുട്ടിനോട് ചോദിക്കും, മോനെ എന്തായിരുന്നു? ഉസ്താദിന് നല്ല വെളുപ്പുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? ഉസ്താദിന്റെ താടി തിരക്കടില്ലായിരുന്നു. പിന്നെന്തായിരുന്നു? ഉസ്താദിന്റെ തലക്കെട്ടിന് 5.5 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? ഉസ്താദിന്റെ ഒച്ച മനോഹരായിരുന്നു. പിന്നെന്തായിരുന്നു? പിന്നെ മൂപ്പരോട് എന്നെ ചോദിക്കണം. ഇനി നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? എന്നെ അള്ളാഹു ഏൽപ്പിച്ചത് എത്തിക്കൽ മാത്രമാണ്. നിങ്ങൾക്ക് എന്നോട് എന്ത് വെറുപ്പ് തോന്നിയാലും
ഇതിനല്ല പള്ളിയെങ്കിൽ ഒരു കാര്യമില്ല. പള്ളി മനോഹര. ഞാൻ വിമർശനത്തോടു കൂടി നോക്കിക്കാണുന്ന ആളെ എല്ലാത്തിനെയും. സുഖിപ്പിക്കുന്ന വർത്താനം താരതമ്യേന കുറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അതിനെ ഞാൻ പറയും, ഈ പള്ളിയിൽ ഇവിടെ പ്രസംഗിച്ച എല്ലാവരെയും ഞാൻ കേട്ടു. ഈ പള്ളി ജീവകാരുണ്യത്തിൻ്റെ കേന്ദ്രമാകണം, ഈ പള്ളി ബാക്കിയുള്ളവർക്ക് ആശ്വാസമാകണം, ഈ പള്ളിയിൽ എന്നും ക്ലാസ് ഉണ്ടാകണം. ഉദ്ഘാടനത്തിന് മാത്രം പറയുന്ന വാക്കാത്. നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഇരുത്തി കുറ്റപ്പെടുത്തല്ല, അതുപോലെ ആകരുത്. ഭംഗി വാക്ക് പറയാൻ എളുപ്പാ ആണ്. എവിടൊക്കെ പള്ളി ഉദ്ഘാടനം അവിടെ പറയുന്നതല്ലാത്ത ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് എന്ന അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത പള്ളി കമ്മിറ്റി. ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട്, മസ്ജിദ് തൗഹീദിൻ്റെ അടുത്തൊരു ബാലേന്ദ്രൻ ചോന്ന ചരടൊക്കെ കെട്ടിയിട്ട് ഓനെ എത്തിപ്പെട്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. അവൻ പറയണം, എൻ്റെ പോക്കറ്റിൽ 5000 റുപ്യ ഉണ്ടായിരുന്നു, ചങ്ങരംകുളത്ത് വെച്ച് ആരോ പോക്കറ്റ് അടിച്ചു, അങ്ങനെ ഞാൻ ഇവിടെ എത്തുകയുണ്ടായത്. ഈ സക്കാത്തിൻ്റെ ഓഹരി നിങ്ങളുടെ തെരിയറിഞ്ഞാൽ കൊടുക്കണ്ടാവുമോ? കൊടുക്കുവോ? അതാ 9-ാം അധ്യായം 60-ാമത്തെ വാക്ക്. അപ്പോഴാ ആശയകേന്ദ്രമാകുക. ഒരാളെ പോക്കറ്റ് അടിച്ച് അവൻ്റെ ജാതി മതം നോക്കണ്ട. അല്ല പറയാണ് വഴിപോക്കൻ. വിശുദ്ധ ഖുർആനിലുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇന്നമസ്സദഖാതു ലിൽ ഫുഖറായിൻ എന്ന് പറയുന്ന ആയത്തിൽ 9-ാം അധ്യായം 60 അതിലുള്ളതാ വഴിപോക്കൻ. അവൻ്റെ ജാതി മതം. ഒരു യുക്തിവാദി സി രവിചന്ദ്രൻ ജബ്ബാർ പോക്കറ്റ് അടിച്ച് കോഴിക്കോട് ടൗണിൽ നിന്ന് അവിടെ കയറുക പട്ടാളപ്പള്ളിയിൽ കൊടുക്കണം എന്ന്. അപ്പോഴാ ജനങ്ങൾക്ക് മുഴുവനുള്ള കേന്ദ്രമാവുക പള്ളി. സക്കാത്ത് മാത്രമല്ല, പള്ളി ആത്മീയ കേന്ദ്രമാണ്, പാർലമെന്റുമാണ്. അവിടെ എല്ലാം തീരുമാനിക്കണ്ട്. മഹല്ലിൽ തൊലാക്ക് വരിക ആ പള്ളിയിൽ വെച്ച് തീർക്കാൻ കഴിയണം. ഖാദി സങ്കല്പമൊക്കെ അതാ. അല്ലാണ്ട് വെറുതെ ഓമന പേരുണ്ടാക്കി കോട്ടും സൂട്ടിട്ട് പോട്ടെടുത്ത് 4 ആള് ലൈക്കും അടിച്ച സന്തോഷിക്കുന്ന കാര്യത്തിന്റെ പേരല്ല. ഇന്ന് അത്ര മാത്രമല്ല ഉള്ളത്. വലിയ പള്ളിയോ ആ പള്ളി കൊണ്ടിരുന്നിട്ടോ അല്ല, ആ പള്ളിയിലെ ദീൻ. അതാ ഞാൻ പറഞ്ഞു, നബിയുടെ മസ്ജിദ് നബവി, നബിയുടെ മിമ്പർ കരഞ്ഞില്ലേ? ഈത്തപ്പനെ കൊണ്ടുണ്ടാക്കിയ മിമ്പർ കരഞ്ഞില്ലേ? പിന്നൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്തിനാ മിമ്പർ കരഞ്ഞത്? ആ മിമ്പറിൽ അത്ര ശ്രേഷ്ഠമായ ഖുത്ബ നടന്നു, ഉത്ബോധനം നടന്നു. ഇനി നോക്ക് നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഖുത്ബ നടത്തുക നരകത്തെ കുറിച്ചായിരുന്നു. റസൂലുള്ളാഹി വിതുമ്പിക്കരഞ്ഞു, സ്വഹാബത്ത് കരഞ്ഞു. അവർ ലോറിസ്കാരം കഴിഞ്ഞു, ജുമ കഴിഞ്ഞു, ആരും പോയില്ല, പള്ളിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ കരഞ്ഞു. അസർ വരെയൊക്കെ പല ആളുകളും ഇരുന്നു. അസർ വരെ നരകത്തോർത്ത് കരഞ്ഞു. ഒരു ഇന്നത്തെ സമസ്തയുടെ ഒരു പള്ളിയിൽ ഉസ്താദിന്റെ അറബി ഖുത്ബ കേട്ടിട്ട് ജീവിതത്തിൽ ഉസ്താദിന്റെ ഇടത്തൊണ്ട് ഇടറിയിട്ടില്ല. പിന്നല്ലേ നാട്ടുകാരത്. ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബ അവിടെ ഇറക്കണത്. ഈ പള്ളിക്കിന്റെ പ്രത്യേകത ഞാൻ പറയുന്നത്, ഇതൊരു ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനം അല്ല, ഇത് വേറെ ഏതെങ്കിലും ഒരു ദേവാലയം പോലെയല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? വേറെ ഏത് ദേവാലയത്ത് പോയാലും യേശുവിന്റെ വിഗ്രഹം കാണാം, കന്യാമറിയമിന്റെ വിഗ്രഹം കാണാം, വേറെ ഏതെങ്കിലും ഒരു ദേവിയുടെ ദേവന്റെ വിഗ്രഹം കാണാം. ചില മസ്ജിദുകളിൽ ചില ശൈഖന്മാരെ ദർഗ കാണാം. ആ ദർഗക്കുള്ള പ്രാധാന്യം പള്ളിക്കുണ്ടാവൂല. അതെന്താ? ദർഗയിൽ 24 മണിക്കൂറും പച്ച ലൈറ്റ്, മഞ്ഞ ലൈറ്റ്, കറുത്ത ലൈറ്റ്. ആ ദർഗന്റെ ചുറ്റട്ടത്തും ആളും ബഹളവും നേരം എടുക്കുന്നവരെ കായി വിരിക്കാനും ഒക്കെ ഉണ്ടാവും. പള്ളി പൂട്ടിക്കിടക്കുന്നുണ്ടാവും. പള്ളിന്റെ മൂത്രമുറി വളരെ മോശമായിരിക്കും. ദർഗ വളരെ മിനുക്കി ടൈലും മാർബിളും ഒട്ടിച്ചിട്ടുണ്ടാവും. കാരണം ഓല പടച്ചോനാ കിടക്കണ്. ചിന്തിക്കാനാണ്, ഓർക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പള്ളിയുടെ മസ്ജിദ് തൗഹീദിന്റെ പ്രത്യേകത എന്താ? അവിടെ വന്നാൽ നമ്മൾ ആരാധിക്കുന്ന പടച്ചോന്റെ ഫോട്ടല്ല. പണ്ടൊക്കെ ഞാൻ പണ്ടത്തെ കാര്യം പറയുന്നത്, ബസ്സിൽ കയറിയ ബസ്സിന്റെ ഫ്രണ്ടില് ചില്ലുകൂട്ടില് യേശുവിന്റെ പ്രതിമ, ഒരു ഹൈന്ദവ ദൈവത്തിന്റെ പ്രതിമ, മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ പ്രതിമ ഇല്ലാത്തോണ്ട് ഒരു പള്ളി. അതെന്താ അങ്ങനെ? വലിയ അംഗീകാര. മുഹമ്മദ് നബിയുടെ പ്രതിമല്ല ലോകത്ത്. പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. ആ പള്ളിയുടെ ഉള്ളിൽ അല്ലല്ലാത്ത ഒരാൾ ആരാധിക്കപ്പെട്ടുകൂടാ. പള്ളിയുടെ ഉള്ളിൽ ദർഗണ്ടോ? ആ ദർഗുണ്ടെങ്കിൽ അവിടെയും നിസ്കരിച്ചുകൂടാ. മനസ്സിലാവണുണ്ടോ? കാരണം അള്ളാനെ ഇബാദത്ത് ചെയ്യാനാ പള്ളി. അതാണ് അതിന്റെ മറ്റൊരു പ്രാധാന്യം. ഞാൻ ഇന്ന് ആലോചിച്ചാണ്, ഈ പുതിയ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ സ്റ്റെപ്പ് നിൽക്കുമ്പോൾ നമ്മൾ നെഞ്ചത്ത് ലോകത്തേതെങ്കിലും ഒരു ആരാധനാലയത്തിൽ കൈകെട്ടി നിന്നിട്ട് ഈ ഒരു വാക്യമുണ്ടോ? അമ്പലങ്ങളിൽ നമ്മൾ കൈകൂപ്പി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, ചർച്ചുകളിൽ കുരിശു വരയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്.
പക്ഷെ പള്ളിയിൽ കൈകെട്ടിയിട്ട് എന്താ പറയണത്? അത് ബാലനോട് പറയാൻ കഴിയണം. ആ പള്ളിയിൽ അതായത് മൗലാന മുഹമ്മദ് അലി ജൗഹർ അറിയപ്പെട്ട അഡ്വക്കേറ്റായിരുന്നു, വലിയ വക്കീലായിരുന്നു, വലിയ ബുദ്ധിജീവിയായിരുന്നു, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, രാഷ്ട്രീയ നായകനായിരുന്നു, ഒക്കെയായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കൽ ആരോ ചോദിച്ചു, ഇസ്ലാമിൻ്റെ ഫ്രാറ്റേണിറ്റി, ഇസ്ലാമിൻ്റെ സാഹോദര്യം എവിടെയാണ് ഒരാ മുസ്ലിം. ആ മുസ്ലിമിൻ്റെ കൈ പിടിച്ചുകൊണ്ടോന്ന് മൗലാന അബുൽ കലാം ആസാദ് മസ്ജിദ് ഡൽഹി ജുമാ മസ്ജിദിൽ കൊണ്ടുവന്ന്. അപ്പൊ ആസാദിന്റെ ഡ്രൈവർ മുന്നിൽ എസ്എഫില്, ആസാദ് പിറകില്. അപ്പൊ ഡ്രൈവറുടെ കാലിന്റെ അടിയിലാണല്ലോ രണ്ടാമത്തെ സെഫുകാരന്റെ തല വരിക. ഇത് കണ്ടിട്ട് ഇസ്ലാമിന്റെ മതം മനസ്സിലാക്കുക ഒരാള്. അങ്ങനെ ഒരു മതം ഉണ്ട് നമ്മുടെ പള്ളിക്ക്. സെഫ് ക്ലിയർ ആയിരിക്കും, ക്ലാരിറ്റി വരുത്തിയതായിരിക്കും. അവിടെ ഇട്ടിരിക്കുന്ന മുസല്ലയുടെ, അവിടെ ഇട്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സംവിധാനങ്ങളുടെ അതിന് സെഫ് ക്ലിയർ ആയിരിക്കും. മടമ്പ് ഒത്ത് നിൽക്കണം, ഷോൾഡർ ടു ഷോൾഡർ. കാന്നഹും ബുനിയാനും മർസൂസ്. ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയുടെ മേലെ വെച്ച പോലെ. 61 അധ്യായം സൂറത്ത് സഫ് 4-ാമത്തെ വചനം. അത്രയും ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. തീർന്നില്ല. ആ പള്ളിയിൽ വന്നാല്, ആ പള്ളിയിൽ ഒരാൾ ഇബാദത്ത് ചെയ്യുന്ന കണ്ടാല് ആ തുടക്കത്തിലെ പ്രാർത്ഥന എന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദൈവമേ, സർവശക്ത, സർവലോക പരിപാലക, ഞാൻ എൻ്റെ മുഖത്ത് നിന്റെ നേരെ തിരിച്ചിരിക്കുന്നു. ക്രൈസ്തവ ചർച്ചിൽ ഇങ്ങനൊരു വാചകമല്ല, ഹൈന്ദവ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു വാചകമല്ല. ഇങ്ങനൊരു വാചകം, ഈ 14 ലോകങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ലോകത്തിന്റെ തമ്പുരാനെ, ഞാൻ എൻ്റെ അസ്തിത്വത്തെ നിന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളൊരു വാചകം വേറൊരു ഇബാദത്ത് നടക്കുന്നിടത്തുമില്ല. അതാണ് നമ്മുടെ പ്രത്യേകതയുടെ മറ്റൊരു പ്രത്യേകത. അടുത്തത് എന്താണ്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ 14 ലോകങ്ങളുടെയും നാഥ, പഞ്ചായത്തിന്റെ ദൈവമല്ല, ഗ്രാമത്തിന്റെ ദൈവമല്ല. അപ്പൊ ഗുരുവായൂരപ്പൻ, ഞാൻ ആരെയും വിമർശിക്കല്ല, ലണ്ടനിൽ ചെന്നു, കാലിഫോർണിയയിൽ ചെന്നു, ലോസ് ഏഞ്ചലൻസിൽ ചെന്നു. അവിടുന്ന് ഒരാളോട് ചോദിക്കുക, ഗുരുവായൂരപ്പൻ അറിയോന്ന് ചോദിച്ചാൽ, എന്ത് ഗുരുവായൂര്? അയക്ക് എന്ത് ഗുരുവായൂര്? ഉള്ളാളം നിങ്ങൾ അറിയോന്ന് ചോദിച്ചു. ആരോട്? ഉള്ളാളം നിങ്ങൾ അറിയോ? ലണ്ടനിലുള്ള സായിപ്പ് ചോദിക്കും, വാട്ട് ഈസ് ഉള്ളാളം? ഏതായി ഉള്ളാളം? അറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്നൊക്കെ പ്രാദേശിക തല. തമിഴ്നാട്ടിലെ ദൈവത്തെ ഹൈദരാബാദിലെ ആളുകൾക്ക് അറിയില്ല, ഹൈദരാബാദിലെ ദൈവത്തെ കേരളക്കാർക്ക് അറിയില്ല, കേരളക്കാരുടെ ദൈവത്തെ മഹാരാഷ്ട്രക്കാർക്ക് അറിയില്ല. ദർഗയിലെ ഏറ്റവും വലിയ ദൈവമായിട്ട് കണ്ട ദൈവമായിട്ട് കോഴിക്കോട് ജില്ലയിൽ CM മടവൂര. ഈ CM മടവൂർ എന്ന സ്ഥലം കേരളക്കാർക്കല്ലാതെ വേറെ ആർക്കാ അറിയണത്? ആർക്ക്? ഇങ്ങനൊരു മനുഷ്യനെ കുറിച്ച് ആർക്കാ അറിയണത്? ലണ്ടനിലോ ഫലസ്തീനിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ ലോകത്തിന്റെ എവിടെ ചെന്നിട്ടും ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടോന്ന് ചോദിക്ക്. ഉണ്ട്. ഒരു ദീദീപകനുണ്ട്, വിരാട് പുരുഷനുണ്ട്, ഹിരണ്യഗർഭനുണ്ട്, സർവശക്തനുണ്ട്, ഗോഡുണ്ട് അല്ലേ? ആ പടച്ചോനെയാണ് പള്ളിയിൽ വെച്ച് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ മനസ്സെന്താ ഞങ്ങൾ വിചാരിക്കുന്നത്? ലോകത്തിന്റെ തമ്പുരാനെ, ലോകത്തോളം ഉയരുന്ന മനസ്സ്. അവിടെ ഓതുന്ന ഫാത്തിഹയിലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവലോക രക്ഷിതാവായ റബ്ബിനാണ്. അള്ളാന്റെ മസ്ജിദിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇനി ലോകത്തോട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഈ പള്ളി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. 14-ാം അധ്യായം 40-ാമത്തെ വചനം ഓതിക്കൊണ്ടാണ് ഷാഫി പ്രസംഗം ആരംഭിച്ച്. കേട്ടിട്ടുണ്ട്? ആയത്തൊക്കെ നിങ്ങൾ കേട്ടു. എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരക്കാരാക്കണേ, തഖബ്ബൽ ദുആഇ, നീ ദുആ കേൾക്കുന്ന റബ്ബാണ്. ആ ആയത്ത് എല്ലാം നമ്മൾ കേട്ടു. ശരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം 25,000 കിലോമീറ്റർ നടന്ന ആളാണ്. അള്ളാന്റെ മാർഗത്തിൽ 25,000 കിലോമീറ്റർ. അതിൽ ഒരു ട്രിപ്പ് വന്നത് ഭാര്യനെയും മോനെയും കൊണ്ടാ. എത്ര കിലോമീറ്റർ നടന്നത്? എത്ര കിലോമീറ്റർ നടന്നത്?
ആലോചിച്ചു നോക്കേ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്ദ ബൈതിക്കൽ മുഹറം, പരിശുദ്ധമായ ജനവാസമില്ലാത്ത, ജനസ്രോതസ്സില്ലാത്ത, ചീവീടുകളുടെ ശബ്ദം മാത്രമുള്ള ഒരു പെട്ടിക്കട പോലും ഇല്ലാത്ത നാട്ടിൽ ഞാൻ എൻ്റെ മോനെ ആക്കിയത് നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അല്ലേ? ആ ഇബ്രാഹിം നബി 4 തൗഹീദി കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെന്ന. അതിലൊന്ന് ഒബ്രോളിലാണ്, ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറും. 4 തൗഹീദിന്റെ കേന്ദ്രം. അത് പറയാൻ വേണ്ടി മാത്രം ഈ വാചകം പറഞ്ഞു. ഇവിടെ മസ്ജിദ് തൗഹീദാണ്. ഈ പള്ളിക്ക് മാത്രമുള്ളൊരു ഉത്തരവാദിത്തം എന്തറിയോ? ഇത് മസ്ജിദ് തൗഹീദാണെങ്കിൽ ആ തൗഹീദ് പള്ളിയിൽ മാത്രം ഉണ്ടായാൽ പോരാ. ഈ പള്ളി എന്താണ്? ലൈറ്റ് ഹൗസ് ആണ്. കാരണം റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞ വാചകം എന്താ? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹ് ബിഇദ്നിഹി വസിറാജൻ മുനീറാ. 33-ാം അധ്യായം 45-46. നബിയെ, അങ്ങൊരു ലൈറ്റ് ഹൗസ് ആണ്. ഇതൊരു വിളക്കുമാടമാണ്. ഇതിന്റെ പരിസരത്തുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ തൗഹീദ് കിട്ടണം. ഈ പള്ളി കമ്മിറ്റിയിൽ ഉണ്ടാണ്ട് ഒരു കമ്മിറ്റി എന്താ അറിയോ? സക്കാത്തുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയാണ്. പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയാണ്. സൂറത്ത് തൗബ ഇവിടെ ഉദ്ധരിച്ചു, പക്ഷെ വിശദീകരിച്ചില്ല. ഞാനും ശ്രദ്ധിച്ചു, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ. 9-ാം അധ്യായം സൂറത്ത് തൗബ 18-ാമത്തെ വചനം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് എന്ന് തുടങ്ങണ ആയത്ത് പറയുന്നത് അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടവർ ഇവർ മാത്രമാകുന്നു എന്നാണ്. ആര്? നമ്മൾ സാധാരണ പള്ളി കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ചെയ്യല്? അത്യാവശ്യം പൈസക്കാരനായ ഒരാൾ പ്രസിഡന്റ്, രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ഒരാൾ, അയാൾ നരേണ്ടതായ തുണിത്താലും മണ്ടിയില്ല, അയാൾ നിസ്കരിക്കാൻ വന്നിട്ടില്ലേ മണ്ടിയില്ല, മുമ്പ് പ്രസിഡന്റ് ആയിരിക്കും. എന്നാ അല്ലാഹു പറയുന്നത് എന്താ പറയുക? എൻ്റെ പള്ളി പരിപാലിക്കേണ്ടത്, അതിലൊന്നാമത്തെ ക്വാളിറ്റി അള്ളാഹനെ അചഞ്ചലമായി വിശ്വസിക്കണം. 1. 2 ആഖിറത്തിൽ അചഞ്ചലമായി വിശ്വസിക്കണം. 3 നോക്കണേ, 3 നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം. തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പള്ളി പ്രസിഡന്റ് വീട്ടിൽ ഇങ്ങനെ കിടക്കുക, സുബൈ ബാങ്കിന്റെ സമയം ഇങ്ങനെ ആവണുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് മുമ്പേ, നോക്കി 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടും ബാങ്ക് കൊടുക്കണില്ല. പിന്നെ എല്ലാവരും കൂടി വന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളി പ്രസിഡന്റ് എണീറ്റ് എന്ന് പറഞ്ഞ് ഈ ചങ്ങായി ഇന്ന് കിടന്നുറങ്ങേനു, ആ ബാങ്ക് കൊടുത്തില്ല. എന്നാ അപ്പം ഒഴിവാക്കണം ആ പ്രസിഡന്റിനെ. ഓനല്ല ഒഴിവാക്കണ്ടേ, മുഅദ്ദിനല്ല ഒഴിവാക്കേണ്ട, പ്രസിഡന്റിനെയാണ്. എന്നിട്ട് പ്രസിഡന്റ് എന്താ പറയണറിയോ? ഞാനിങ്ങനെ കേട്ട് കിടക്കേന്, എല്ലാ പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുത്ത് നമ്മളെ പള്ളിയിൽ നിന്ന് മാത്രമല്ല, ആ കേട്ട് കിടക്കലിന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക. ദഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടോ? ചെയ്തു നോക്ക്. അപ്പൊ ആ പള്ളി അള്ളാന്റെ ബർക്കത്തുള്ള പള്ളിയാവും. ഓനെ ഒഴിവാക്കുന്ന അന്നിമിഷം അള്ളാന്റെ ബർക്കത്തിറങ്ങും. നമുക്ക് കേട്ട് കിടന്നോനാ. പ്രസിഡന്റ്, സെക്രട്ടറിയും ഖജാൻജിയും വൈസ് പ്രസിഡന്റാണ് ആദ്യം പള്ളിയിലെത്തേണ്ടത്. 1-ാമത്തെ സ്റ്റെപ്പിൽ ഒന്നും ഉണ്ടാണ്ടവരാ. മനസ്സിലായോ? എന്താ അല്ലാഹു പറഞ്ഞേ? എൻ്റെ പള്ളി പരിപാലിക്കേണ്ടവർ അള്ളാഹുവിൽ അന്ത്യദിനത്തിൽ നിസ്കാരം സക്കാത്ത് തീർന്നില്ലട്ടോ. 5-ാമത്തെയാണ് കടുപ്പം. 5-ാമത്തെ എന്താ അറിയോ? വലം യഖ്ശ ഇല്ലല്ലാഹ്. പള്ളി പ്രസിഡന്റ് പണക്കാരൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കുന്നവനാകരുത്. അപ്പുറത്തൊരു പാർട്ടീൻ്റെ വലിയൊരാളുണ്ടാവും, അയാൾ മുമ്പിൽ അങ്ങനല്ല, ഒറ്റ കുട്ടിനെയും പേടിക്കാത്തവനാണ് പള്ളി പ്രസിഡന്റ്. പള്ളിയിലെ കമ്മിറ്റിക്കാർക്ക് അല്ലല്ലാത്ത ഒരാളെയും പേടിയുണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ ചോദ്യം, ഈ പള്ളി പുതിയതാ, കമ്മിറ്റി രൂപീകരിച്ചോ? ഏയ് ഇതൊരു പുതിയ പള്ളിയാണ്. അപ്പൊ പുതിയ കമ്മിറ്റി ഉണ്ടാവും. ഈ പുതിയ കമ്മിറ്റിക്ക് 5 ക്വാളിറ്റി ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പിരിച്ചിട്ട് നാളെ വേറൊരു കമ്മിറ്റി എടുക്കും. ഞാൻ അള്ളാഹുവിന് വേണ്ടി സംസാരിക്കും. എൻ്റെ ഉപ്പ വളരെ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും എന്നെ വിമർശിക്കും, ചീത്ത പറയും, ഒരുപാട് വിമർശനങ്ങൾ. പക്ഷെ എൻ്റെ വാപ്പാനോട് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ വാപ്പാനെ പറയിപ്പിക്കാൻ ഞാനാണല്ല. എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട്, അബൂബക്കറെ നിന്റെ ഭാര്യ പ്രസവിച്ചു, അൽഹംദുലില്ലാ, എന്താ കുട്ടി ചോദിച്ചു. വാപ്പ ആണാണ്, മുജാഹിദ്. വാപ്പ വിളിച്ചു, അങ്ങനെ പേര് വിളിച്ച മോനായ. അപ്പം എൻ്റെ വാപ്പനോട് എൻ്റെ പേരിൻ്റെ അർത്ഥം ധർമ്മസമരം ചെയ്യുന്നു എന്നാ. അതിലൊരാളെയും പേടിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്.
അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വഖഫാ ബില്ലാഹി ഹസീബ. 33-ാം അധ്യായം 39. അള്ളാനെ മാത്രമേ പേടിക്കാവൂ. അള്ളാനെ മാത്രം പേടിച്ചിട്ടേ ദീന് പറയാവൂ. നാട്ടുകാരെന്ത് വിചാരിക്കും? വലാ യഖാഫൂന ലൗമത ലായിം. 5-ാം അധ്യായം 54. ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടരുത്. അവർക്ക് മാത്രമേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ. ഉമർ മൗലവിക്ക് ഉണ്ടാക്കിയ മാറ്റം എത്ര പേർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഉമർ മൗലവി അല്ലാത്ത ഒരാളെ പേടിച്ചിട്ടില്ല. ഞാൻ സക്കരിയ സ്വലൈനെ പറയുന്നു, ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഒരാളാണ് കെ മൗലവി. നിങ്ങളെടുത്തോ, ഒരുപാട് പൂർവികരായ ആളുകൾ. പുതിയ തലമുറയിലൊന്നും പലരെയും ഞാൻ പറയണില്ല, കാരണം എനിക്കറിയില്ല അവരെ കുറിച്ച്. നേരെ മറിച്ച് ഞാൻ അറിഞ്ഞ ആളുകൾ അള്ളാനെ മാത്രം പേടിച്ചവർക്ക് എന്തോ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടായി. കാരണം അള്ളാനെ മാത്രം പേടിക്കുന്നവർക്ക് വക്കാറത്തുണ്ടാവും സമൂഹത്തിൽ. അള്ളാഹ് വക്കാറത്തുണ്ടാക്കി കൊടുക്കും. നിങ്ങളുടെ പള്ളി കമ്മിറ്റി അങ്ങനെ ആവട്ടെ. ഈ പറഞ്ഞ മുഴുവൻ യോഗ്യതയുള്ള ഒരു പള്ളി ചങ്ങരംകുളത്ത് ഇതാവട്ടെ. അതേപോലെ ഇതുപോലെയുള്ള പള്ളികളാവട്ടെ. ഈ പള്ളിയുടെ വേറൊരു പ്രത്യേകത എന്തായിരിക്കും അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാവരുടെ വീടിന്റെ ലിസ്റ്റും ഈ പള്ളിയിൽ ഉണ്ടാവും. എങ്ങനെ? ഈ മഹലിന്റെ പരിധിയിൽ വരാവുന്ന ജാതി മതഭേദമന്യേ സകല മനുഷ്യരുടെ പേരും അഡ്രസ്സും ഡീറ്റെയിലും തീർന്നില്ല. വിവാഹപ്രായത്താൻ സാധ്യതയുള്ള, ഈ വർഷം വിവാഹപ്രായത്താൻ സാധ്യതയുള്ള പെണ്ണിന്റെ ഡീറ്റെയിൽ, ഓളെ വിദ്യാഭ്യാസം, ആണിന്റെ ഡീറ്റെയിൽ, അവന്റെ വിദ്യാഭ്യാസം, ബ്ലഡ് ഗ്രൂപ്പ്, ഏതൊക്കെ ബ്ലഡ് ഉള്ളവരാണ് ഈ മഹലിലുള്ളത്, ഏതെല്ലാം മാരകമായ രോഗമുള്ളവരാണ് ഈ പള്ളിയുടെ പരിസരത്തുള്ളതെന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയല്ല നിങ്ങളൊന്നായി നോക്ക്. പള്ളീൻ്റെ അപ്പുറത്ത് 25 സെന്റ് വാങ്ങിയാലും നിങ്ങൾക്ക് മതിയാവില്ല. എല്ലാ പള്ളിയും ഉണങ്ങി. നേരത്തെ ആരോ പറഞ്ഞല്ലോ, പള്ളി ഇശ കഴിഞ്ഞ് ഒറ്റ പൂട്ടല. ഒരു 10 മിനിറ്റ് ലൈറ്റായി പോയി എടുത്തതിന് പിന്നെ ആ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റൂല. പിന്നെ 35 കിലോമീറ്റർ പോകുമ്പോഴേക്ക് 1 മണിയായിട്ടുണ്ടാവും രാത്രി. പിന്നെ മറന്നു പോയിട്ടുണ്ടാവും, പോയി കിടന്നുറങ്ങി. അങ്ങനെയല്ല, ആ പള്ളി എപ്പോഴും സജീവായിരിക്കണം. ഇനി അവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഫാന് കറങ്ങാണ്. കുറേ യാത്രക്കാരായ ആളുകൾ വന്നു. ഒരു മര്യാദയില്ലാതെ അതിൻ്റെ പ്രസിഡന്റ് എല്ലാ സ്വിച്ചും അങ്ങ് ഓഫായി കാണും. അപ്പൊ അന്നോൻ എന്താ മരം കൊണ്ടുണ്ടാക്കിയ? നിങ്ങൾക്ക് തോന്നില്ല എന്നെ വിളിക്കണ്ടായിരുന്നു എന്ന്? പക്ഷെ നിങ്ങൾക്ക് പരലോകത്തെത്തുമ്പോൾ തോന്നുന്നു എന്നെ വിളിച്ച് ഹൈറായി എന്ന്. അതറിയോ, മുഖത്ത് നോക്കി കാര്യം പറഞ്ഞാവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഞാനൊരു പള്ളി കണ്ട കാഴ്ചയാണ്. ആ പള്ളിയിൽ ദരിദ്രരായ ആളുകൾ വരും. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നോമ്പിന് നമ്മളെ സമീപിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളല്ല, പർദ്ദടുന്ന എല്ലാവരും മുസ്ലിങ്ങളല്ല. ഒരു 60% അമുസ്ലിങ്ങളാണ്. നിങ്ങൾ മനസ്സിലായിക്കോളൂ, ഞാൻ തുറന്നു പറഞ്ഞുതരാം. എന്നാ എന്താ അവർ നിൽക്കണമെന്ന് അറിയോ നിങ്ങൾക്ക്? മുസ്ലിങ്ങൾ കൊടുക്കുമല്ല, മനസ്സ് വിശാലാന്നൊക്കെ അറിയാം. നായി നാട്ടുന്നമായി ആട്ടുക ചെയ്യാം പാടില്ലടോ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ എന്താ അറിയോ? ചോദിച്ചു വരുന്നതിനും മടക്കി അയക്കരുത്. വീട്ടിൽ നിന്ന് മാത്രമല്ല, പള്ളിയിൽ നിന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, ബിലാൽ കാണുന്നുണ്ട്. ബാങ്കു ഇഖാമത്ത് കൊടുത്ത് നബി നേതാവായി നിസ്കരിച്ചു. അസറിന് വരുമ്പോൾ ബിലാലിന്റെ മുമ്പിൽ റസൂലുണ്ട് പള്ളിയിലിരിക്കുന്നത്. ഒരു ദിവസം ബിലാലിന് മനസ്സിലായില്ല. ബിലാലിന്റെ ധാരണ എന്താ അറിയോ? നബി വക്തിന് നിസ്കരിക്കാൻ വന്നതാണ് എന്ന്. അല്ല, നബി സുബൈ മുതൽ പള്ളിയിൽ ഇരിക്കുകയാണ്. അടുത്ത ദിവസം അതുപോലെ നബീനെ കണ്ടപ്പാണ് ബിലാൽ ഒരു കാര്യം ഓർത്ത് ഓടിച്ചെന്ന് നബീനോട് ചോദിച്ചു, നബി നിങ്ങളെന്താ അവിടെ? അപ്പോൾ ഞാൻ 2 ദിവസമായി നിന്നെ കാത്തിരിക്കുക അവിടെ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞ്? ആ കിട്ടിയ സക്കാത്ത് വകയിൽ ചെറിയൊരു സംഖ്യ ഉണ്ട് എന്ന് നീ എന്നോട് പറഞ്ഞല്ലോ. അത് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് നീ എനിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചാലേ ഞാൻ വീട്ടിൽ പോകുന്നു നിന്നോട് പറഞ്ഞില്ലേ? ആ റിപ്പോർട്ട് നീ തരാത്തോണ്ട് ഞാൻ ഇരിക്കുക വീട്ടിൽ. ഇനി പറ, നമ്മുടെ പള്ളി എന്താകണം? മസ്ജിദ് നബവിയിൽ 2 ദിവസം നബി കാത്തുനിന്ന് എന്തിനറിയോ? ഒരു 25 ഉറുപ്പ്യ ഇട്ടിട്ട് അതിന് അർഹതപ്പെട്ടവന് കൊടുക്കാൻ. ഒരു അസറിസ്കരിച്ചു നബി പള്ളിയിൽ. സലാം വീട്ടിയ ഉടനെ ഓടുക, ദിക്ർ പോലും ഇല്ലാതെ. സഹാബത്തിന് ബേജാറായി. അവർ പിറകു ചെന്നു, ചോദിച്ചു എന്താന്ന്. ഒന്നുമില്ല, ളുഹറിന്റെ അസറിന്റെ ഇടയിൽ കുറച്ച് സ്വർണം കിട്ടിയിരുന്നു, അത് ദാനം ചെയ്യാൻ മറന്നുപോയി. പറയൂ, നമ്മുടെ നബിയായിട്ട് നമ്മുടെ ബന്ധം എന്താ? ഈ പ്രസംഗം ലൈവ് കേൾക്കുന്ന ഒരുപാട് ആളുണ്ടാവും.
ഇനിയെങ്കിലും ചിന്തിക്കില്ല. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. ഇപ്പൊ ഞങ്ങളുടെ പള്ളി ചെറിയൊരു പള്ളിയാ, മഹല്ലിലെ ഏറ്റവും ചെറിയ പള്ളിയായിരുന്നു ഞങ്ങളുടെ പള്ളി. എന്നാൽ ജുമാ പള്ളിയാണ്. ആ പള്ളിയിൽ വരുന്ന അത്ര അപേക്ഷ വേറൊരു സ്ഥലത്തും വരുന്നില്ല. നാട്ടുകാരോട് നിങ്ങൾ ചോദിക്കുക എന്താ കാരണം? ആട്ടി പറഞ്ഞേക്കണില്ല, എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ വന്നു. അന്ന് കൊടുക്കാൻ നബീൻ്റെ അടുത്ത് ഒന്നുമില്ല. അന്നൊരു കുഞ്ഞിനെ പോലെ നബി അയാളെ പിറകു കൂടിയെന്ന ഹദീസിൽ. എങ്ങനെ അറിയോ? അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നബി പറയട്ടെ, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഒന്നുമില്ലാഞ്ഞിട്ടാണ് കേട്ടോ, ഒന്നും കരുതരുതേ. നടയെന്ന് ഇങ്ങനെ ചെന്നിട്ട് അറ്റത്തെത്തിയപ്പോൾ റസൂൽ പറയാണ്, ആദ്യം ഇനി എന്താണോ വരുന്നത് ഫണ്ടില് നിങ്ങൾ പരിഗണിക്കട്ടോ. അത്ര തന്നെ അവിടെയും നടക്കണുള്ളൂ. ആ പള്ളിയുടെ മുത്തവല്ലി എൻ്റെ പിതാവാ. 3 മാസം ഖത്തറിൽ പോയ വാപ്പാക്ക് ഏക സങ്കടം പള്ളിയിലില്ലല്ലോ എന്നുള്ളത് മാത്രം. എന്നും വിളിക്കും, ഒരാളെ അല്ല, പള്ളി കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെ. അത് നടന്നോ, ഇത് നടന്നോ, അങ്ങനെ നടന്നോ, ഇങ്ങനെ നടന്നോ. ഞാൻ പറയും, ഉപ്പേ ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ, എന്തിനാ നിങ്ങൾ ബേജാറാവണേ? നിങ്ങൾ പറഞ്ഞ എല്ലാം ഇവിടെ ഓക്കെയാണ്, പക്കയാണ്. എന്നാലും ചോദിക്കും, മോനെ ഇന്നിപ്പം എന്നെ വിളിച്ചാ വൈകുന്നേരം, ഞാൻ ഷാജാന്റെ വീട്ടിൽ, മോനെ നാളെ ആരാ മോനെ, എന്താ അവിടെ എന്താ നടക്കണത്, എന്തിനാ അത്? അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരാളാരാ? ഹൃദയത്തെ പള്ളിയായിട്ട് ബന്ധിപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീട്ടിന്റെ ടോയ്ലറ്റ് കഴുകാതെ നിങ്ങൾ ഇരിക്കുവോ? ചങ്ങായിമാരെ, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കേ. നിങ്ങളെ ടോയ്ലറ്റ്, ഇപ്പം ഞാൻ എത്രയോ വീട്ടിൽ പോകുന്ന ആളാ. അവൻ എന്നോട് ആദ്യം പറയും ഇവിടെ സോഫയിൽ ഇരിക്കാൻ പറയും. ടോയ്ലറ്റൊക്കെ കഴുകി വൃത്തിയൊക്കെ ഒക്കെ നോക്കും. കാരണം എന്താ? ബെഡ്റൂം മോശമാണ്, നമ്മളെ മനസ്സിലെ തട്ടുമല്ലോ. അപ്പം അതൊക്കെ നീറ്റാക്കും. എടോ, അള്ളാന്റെ മസ്ജിദ്, അള്ളാന്റെ ഭവനം, അത് മാറാല കെട്ടിക്കിടക്കുക. നിങ്ങൾ, ഞാൻ വെറുതെ പറയല്ല, ഈ പള്ളിയുടെ കോണില്ലേ, ഞാൻ ഓരോന്നും നോട്ട് ചെയ്തിട്ട് പറയും. ഞാൻ ഒരു പള്ളീൻ്റെ പ്രസിഡന്റാ, അതുകൊണ്ടാണ് പറയുന്നത്. പള്ളിയുടെ കോണിയുടെ ചോട്ടിൽ എല്ലാ വൃത്തികെട്ടും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം അറിയോ? നേർപ്പദത്തിൻ്റെ 1000 കോപ്പി വരെ പൊട്ടിക്കാതെ അതിൻ്റെ ഉള്ളിലാ വെക്കുക. ആ ഭാഗം ഒരു ഷെൽഫായിട്ട് ഉപയോഗിക്കുക, നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. പള്ളിയിൽ ഒരിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ മൂത്രമൊഴിച്ചവനോട് ദേഷ്യപ്പെട്ടില്ല. സ്വഹാബത്തിന് ദേഷ്യം ഉണ്ടായത്. പള്ളിയിൽ തുപ്പീന് നബിക്ക് ഏറ്റവും ദേഷ്യം ഉണ്ടായത് മുസ്ലിമീങ്ങളോടാ. നബിയുടെ കണ്ണ് അന്നത്തെ പോലെ ചുവന്നതായി ഞങ്ങൾ കണ്ടില്ല എന്ന റിപ്പോർട്ടിൽ. ഒരു ചെറിയ തുപ്പല് കണ്ടതാ പള്ളിയിൽ. അന്ന് മണല് തുപ്പിപ്പോയതാരോ, മണല് എന്ന് പറഞ്ഞാൽ ഈ പള്ളി കൊണ്ടെടുക്കുന്ന ആക്കുള്ള ഉത്തരവാദിത്വം ലോകത്ത് വേറെ. അർശിന്റെ തണലാ കിട്ടുന്നത്. ഈ പള്ളിയിൽ ഒരു ബൾബില്ല, ഹൃദയം വേദനിക്കണം. വീട്ടിലെ കറണ്ടിന്റെ ബില്ലടച്ചില്ല, സാരല്ലടോ, അള്ളാന്റെ പള്ളിന്റെ വീട്ടിലെ ബില്ലടക്ക്. ആ പള്ളിയിൽ എന്താ വേണ്ടത്? അതായിരിക്കണം ഒരു മുഅ്മിൻ. അടുത്ത പോയിന്റ് ഏതാ അറിയോ? അത് അവിടെ ഇരിക്കുന്ന സഹോദരിമാരെയായിട്ട് ബന്ധപ്പെട്ടതാ. സൂറത്ത് ഖാഫ് 50-ാം അധ്യായം ഖൗല ബിൻത് ജയശ് പഠിച്ചത് വെള്ളിയാഴ്ച നബി ഖുതുബയിൽ ഈ സൂറത്ത് ഖാഫ് ഓതിയിട്ടാ. അവർ പറയാണ്, നബി വെള്ളിയാഴ്ച സൂറത്ത് ഖാഫ് ഓതും. അങ്ങനെയാണ് ഞാൻ മനപ്പാടാക്കിയത്. ഇനി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ചോദിക്കുക, പള്ളിയിലെ ഖതീബ് ഓതി അധ്യായം കേട്ട് മനപ്പാടാക്കി എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ട്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് എന്നോട് ഇഷ്ടപ്പെട്ടൊരു സഹോദരി ഒരു ചോദ്യം, നിർബന്ധമുണ്ടോ സ്ത്രീകൾക്ക് പള്ളിയിൽ പോലെ? ഞാൻ പറഞ്ഞു ഇല്ല. ഇന്നത്തെ കാലത്ത് നിർബന്ധമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ റസൂലിന്റെ അധ്യാപനത്തിൽ അതുണ്ടോ? ഉണ്ട്. എപ്പോ? വീട് ഖൈറല്ലാത്ത ഷെറിലാണ് വീട് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണം വെള്ളിയാഴ്ച സ്ത്രീകൾ പള്ളിയിൽ പോണില്ല, ഒരു മൊബൈൽ വാട്സപ്പിൽ ഭർത്താവ് ഇപ്പൊ വരൂലെന്ന് ഉറപ്പാ, ബാപ്പ വരൂലെന്ന് ഉറപ്പാണ്, മോൻ വരൂലെന്ന് ഉറപ്പാണ്, ആങ്ങളെ വരൂലെന്ന് ഉറപ്പാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഇസ്ലാം അല്ലാത്തൊരുത്തനായിട്ട് അവിഹിത ബന്ധമുണ്ടെങ്കിൽ ഓൾക്ക് വിളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് പെണ്ണുങ്ങൾ മാത്രമുള്ള വെള്ളിയാഴ്ച ജുമേന്റെ സമയം. ഇന്നത്തെ കാലം ഒരു പെണ്ണ് പള്ളിയിൽ പോയിക്കോട്ടെ, ഓളെ നിർബന്ധിച്ചോളി, കുഴപ്പമൊന്നുമില്ല, വലിച്ചു പിടിച്ചു കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറഞ്ഞു. കാരണം എന്താണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന ഒരു ഫാമിലി, ഞാൻ നിങ്ങൾക്ക് മനസ്സ് തട്ടാനല്ലാത്ത ഒറ്റ വാക്കും ഞാൻ ഇവിടെ പറയുന്നില്ല. അത്രയും പ്രിപ്പയർഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. നിങ്ങൾ 5 മണിക്കൂർ ഇരുന്ന 5 മണിക്കൂർ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ സംസാരിക്കൂ. വെല്ലുവിളിയൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു ഈ പള്ളി ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ എന്താ അവിടെ പറയേണ്ടത്. എല്ലാവരും പറയണത് പറയാൻ വയ്യാത്ത കൊണ്ടാണ് ഞാനത് പറയാത്തത്. എല്ലാവരും പറയാത്തൊരു പോയിന്റ് പറയാ. അല്ലേ പറയും. നിങ്ങൾ നോക്കി ഈ സഹോദരിമാരെ, ഞാനും എൻ്റെ ഭാര്യയും പള്ളിയിൽ പോകും എന്ന് വിചാരിക്കുക. ഞാനും എൻ്റെ ഭാര്യ ഒരു ഖുത്ബ കേൾക്കുകയാണെന്ന് വിചാരിക്കുക.
ഭർത്താവ് എങ്ങനെയാണ് ഭാര്യനോട് പെരുമാറേണ്ടതെന്നാണ് അന്നത്തെ ഖുത്ബ എന്ന് വിചാരിക്കുക. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോളിൻ്റെ മുഖത്തൊന്ന് നോക്കൂ, കള്ളക്കാക്ക നിങ്ങളോടാ കെട്ടുകളി. ഇനി രണ്ടാൾക്കും പറ്റിയതാണെങ്കിലോ രണ്ടാളും പറയും, എടി ഇന്നത്തെ ഖുത്ബ നമ്മളെ രണ്ടാളെയും ഉൾക്കൊള്ളുന്ന, മക്കളെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ, ഇതിനാ ഖുത്ബ. അവിടെ ആരാ നന്നാകുന്നത്? രണ്ടാളും ഒരേപോലെ നന്നാവുകയാണ്. 10 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ഖുത്ബക്ക് പോയി ഒരു വീട്ടുകാരെന്ന് വിചാരിക്കുക. അവർ രണ്ടുപേരും ഒരു ഖത്തീബിൽ നിന്നും ഒരേ ഖുത്ബ കേൾക്കുകയാണ്. അപ്പോൾ ഒന്ന് അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും രണ്ടാളും വളരുകയാണ്. യഖ്റഉൽ ഖുർആന വയദക്കിറുൻ നാസ്. അതേ പള്ളിയിൽ മോനും ഉണ്ട്, അതേ പള്ളിയിൽ മകളും ഉണ്ട്, അതേ പള്ളിയിൽ അമ്മായിയും ഉണ്ട്, അമ്മോശനും ഉണ്ട്. എല്ലാവരും ഡെവലപ്പ് ആകുകയാണ്. ഇതിനാണ് ഖുത്ബ. ഇവിടെ പർപ്പൂര് പറഞ്ഞൊരു പോയിന്റ് മറന്നു കാണും എല്ലാവരും. കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുത്തിട്ടാണെങ്കിലും റസൂലുള്ളാഹി പറയാണ്, പള്ളിയിൽ അവർ വന്നോട്ടെ, അവരെ തടുക്കണ്ട. കാരണം ഒരു കുഞ്ഞുനാളിലേ അത് പഠിക്കണം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അവർക്ക് കിട്ടണം. ഞാൻ എല്ലാവരോടും ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ ഇസ്മായിൽ നബി ആരെയാ കാണുന്നത്? ബാപ്പാനെയാ കാണുന്നത്. ബാപ്പ നിസ്കരിക്കുന്നത് കാണുന്നുണ്ട്, മകനെ കൂടെ കൂട്ടുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ കൂട്ടുന്നുണ്ട്. തഫ്സീറുകൾ നോക്കുങ്ങൾ. അതായത് ഇബ്രാഹിം നബിന്റെ കൂടെ കട്ടക്ക് കട്ട നിന്ന മോനാത് 94-ലോ 86-ലോ ആണ് ഈ കുട്ടിനെ കിട്ടുന്നത്. റബ്ബന, പടച്ചോനെ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, 37-ാം അധ്യായം 100-ാമത്തെ വചനാണ്, സൂറത്ത് സ്വാഫാത്താണ്. പടച്ചോനെ, ഒരു നബിയും കുട്ടികളെ തരണേന്ന് പ്രാർത്ഥിച്ചിട്ടില്ലട്ടോ. അങ്ങനെ ആരും കരുതണ്ട. കുട്ടികളെ തരണേന്ന് പ്രാർത്ഥിച്ച ഒരു നബിയുമില്ല. മറിച്ച് നബിമാരുടെ ദുആ അങ്ങനല്ല, സ്വാലിയായ കുട്ടിനെ തരണേന്നാ. വെറും ഒരു കുട്ടിയല്ല, സ്വാലിയായ കുട്ടി. തരുന്നത് തന്നെ സ്വാലിഹാണ്. പിന്നെ ബാപ്പ മാതൃകയും കൂടി ആയാലോ? നമുക്ക് കിട്ടുന്നത് തന്നെ വക്കൊട്ടിയ കുട്ടിയാ. പിന്നെ ബാപ്പയും ഉമ്മയും വക്കൊട്ടിയതാണെങ്കിലോ പിന്നെ കുട്ടിൻ്റെ വക്ക് പൊട്ടിക്കൊണ്ടേ നിൽക്കും. ഇവിടെ കുടുംബം എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് പറയാണ്, ശ്രദ്ധിച്ചോളിട്ടോ. ഈ സാധനല്ലേ ഇത്, സ്വർഗ, അത് നരകവുമാണ്. സ്വർഗാണ്, നരകവുമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ പണ്ടൊക്കെ, ഇപ്പം എൻ്റെ ഉമ്മയൊക്കെ, എനിക്ക് 4 പെങ്ങന്മാരാണ്. ഈ 4 പെങ്ങന്മാർ സ്കൂളിട്ട് വരുമ്പോൾ ഉമ്മ കൊലായിലുണ്ടാവും, കൊലായിൽ. എന്നിട്ട് ഉമ്മ വരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ഒരാളെ മുഖം വാടി അമ്മ ആദ്യം സലാം പറഞ്ഞിട്ട് അവിടെ ഇന്ന് സ്കൂൾ എന്താ ഉണ്ടായത് അത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കയറിയാൽ. അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ഉമ്മ വളർത്തിയ ഞങ്ങളുടെ ഒപ്പം 37 വർഷം ഖത്തറിലായിരുന്നു. ഞാൻ പോയിന്റ് പറയുന്നത് എന്തിനറിയോ? ഇന്നത്തെ ഏതെങ്കിലും ഒരു ഉമ്മാക്ക് മക്കളുടെ മുഖത്തെന്താണെന്നറിയോ? മുഖത്തൊരു കുത്ത് കിട്ടി വന്നാൽ പോലും ഉമ്മ കാണുന്നില്ല. എന്തറിയോ? ഉമ്മ ഫ്രണ്ടിലെ ഡോറ് തുറന്നു വെക്കും. എന്നിട്ട് മോക്ക് ആദ്യമേ വിളിച്ചു പറയൂ, ദജ്ജാലേ ഇജ്ജ് വെറുതെ ബെല്ലടിക്കണ്ട, വാതിൽ ഞാൻ ചാരിയ ചെയ്യും തുറന്നോ. എന്തിനാന്നറിയോ നിങ്ങൾക്ക്? ആ 1 മിനിറ്റ് പോയി വാതിൽ ഉറക്കാൻ നേരല്ല. കാരണം ഇതിൻ്റെ മുകളിൽ തള്ള, അപ്പുറത്ത് നിന്ന് 98 വയസ്സുള്ള തമ്പ. അതുകൊണ്ട് മോക്ക് എന്താ അറിയോ? ഞാൻ മുകളിൽ കയറിയ ഞാൻ ആരെ വിളിച്ചാലും, ഇനി അപ്പുറത്ത് ഓട് വിളിച്ചൊരുത്തെന്തെങ്കിലും ചാടി ഞങ്ങൾ തമ്മിൽ കിടന്നുറങ്ങിയാലും ഉമ്മ ഇങ്ങോട്ട് വരികയില്ല, ബാപ്പയും വരില്ല. കാരണം ബാപ്പ താഴത്ത് നിന്ന് തോണ്ടുകയാണ്, ഉമ്മ കൊലായിലിരുന്ന് തോണ്ടുകയാണ്. ഈ തോണ്ടൽ കൊണ്ട് നശിച്ചത് കുടുംബ. മക്കളെ മുഖത്ത് വെക്കാൻ നേരല്ല, മക്കളോട് സംസാരിക്കാൻ നേരല്ല. ഞാൻ ചോദിച്ചു, റസൂലിൻ്റെ അത്ര തിരക്കുള്ള ആരാ കൂട്ടത്തിൽ? അസറസ്കാരം കഴിഞ്ഞാൽ ഫസ്റ്റ് പോകുന്നത് ഫാത്തിമൻ്റെ അടുത്ത്. ബാക്കിയുള്ളവരൊക്കെ മരിച്ചു, ഖാസിം അബ്ദുള്ളയൊക്കെ മരിച്ചു. ഇനി ഇബ്രാഹിമാണുള്ളത്, ഫാത്തിമയാണുള്ളത്. നബിയുടെ ചര്യ പഠിച്ച അശ്ശമാഇലുൽ മുഹമ്മദിയ, നബിയുടെ ഓരോ സ്റ്റെപ്പും പഠിപ്പിക്കുന്നതാണ്, തിർമിദിയുടേതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറസ്കരിച്ചിട്ട് ഫാത്തിമനെ കാണാൻ പോകും, ചുംബിക്കും, സലാം പറയും, ചുംബിക്കും, കുശലാന്വേഷണങ്ങൾ പറയും. എന്നിട്ട് നബി പിന്നെ പോണ എങ്ങോട്ട് അറിയോ? ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോവും. അവിടെ ആരാ ഉള്ളത്? നബിയുടെ മകനാളുള്ളത്, ഇബ്രാഹിം. നബി ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന മോനാ. ആ കുന്ന് കയറിപ്പോയി മകനെ കാണും. ഒരു ദിവസം മക്കളെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാത്ത ഒരു ദിവസം റസൂലിനില്ല. നമ്മൾ പറയുന്നത് എന്താ? മക്കൾക്ക് വേണ്ടിയാ ജീവിക്കണേന്ന്. നുണയാ. മക്കൾക്ക് വേണ്ടിയാ സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞോ? മക്കൾ വേണ്ടി ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതെങ്കിൽ മക്കളോടൊപ്പം ജീവിക്കണം. മക്കളോടൊപ്പം. അധിക പിതാക്കൾ എങ്ങനെ അറിയങ്ങള്? മക്കൾ ഉറങ്ങിയതിന് ശേഷം വരും, വാതിൽ തുറന്ന് ഭാര്യയ്ക്ക് സലാം പറയും. ഫസ്റ്റിലത്തെ ചോദ്യം എന്താ അറിയോ? കുട്ടികളൊക്കെ ഉറങ്ങിയില്ലേ? സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഇരിക്കുന്നവർ ചിന്തിച്ചോളൂ. എനിക്ക് ചെറിയൊരു മോനുണ്ട്, സംസാരിക്കുന്നൊരു മോൻ. അതിൻ്റെ താഴെ ചെറിയ കുട്ടി, അതിനേക്കാൾ ചെറിയ കുട്ടി. ഉമർ എന്നാണ് അവൻ്റെ പേര്.
ബാപ്പി എപ്പോഴാ വരിക എന്നാണ് ചോദിക്കുക. ഞാൻ പറയാം അവനോട് 1 മണിയാകുമ്പോൾ എത്തുട്ടോ എന്ന് പറഞ്ഞാൽ അവന് ഉമ്മാനോട് ചോദിക്കുകയാണ് ഇപ്പം സമയത്തിനായി. 10 മണി. ഇനി 1 മണിയിലേക്ക് ഉമ്മ എത്ര മണിക്കൂറുണ്ട് അവൻ്റെ ചോദ്യമാണ്. എന്നിട്ട് ഈ കുട്ടി ഉമ്മാൻ്റെ കൂടെ 1 മണി വരെ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എന്തിനാ അത്? ബാപ്പാനെ കാണാനാ. എൻ്റെ മക്കളോട് ഞാൻ ചോദിച്ചു നല്ല വാപ്പിയാണോ? എല്ലാ കുട്ടികളും പറഞ്ഞ് നല്ലത് എന്ന്. ഒരു മോളൊഴികെ, എൻ്റെ ആയിഷ മോളൊഴികെ. അവൾ പറഞ്ഞു വാപ്പി നല്ലതാ, പക്ഷേ അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാൻ ചോദിച്ചു എന്താ മോളെ ഒരു പക്ഷേ? വാപ്പി നല്ല വാപ്പിയാ, അതിലെനിക്ക് സംശയമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ പരിപാടികളൊക്കെ വെട്ടിക്കുറച്ചു. മക്കളെ കൂടെ കൂടി അൽഹംദുലില്ലാ. ഈ കോവിഡും കഴിഞ്ഞ റമദാനിൽ രോഗം വന്നു 1 കൊല്ലം മക്കളുടെ കൂടെ അങ്ങോട്ടിരുന്നു. അപ്പോഴാണ് നമുക്ക് മക്കളെ മനസ്സിലാക്കാൻ കഴിയുക. സ്കൂൾ വിട്ട് വരുമ്പോൾ മോളെ തൊട്ടടുത്തിരുത്തി, മോളെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ അധ്യാപകരും വന്നിരുന്നു, ആരെങ്കിലും മക്കളെ ഉപദ്രവിച്ചോ, ആരെങ്കിലും മക്കളെ തോന്നിയാസം പറഞ്ഞോ, ആരെങ്കിലും എന്തെങ്കിലും നീചമായ കാര്യം പറഞ്ഞോ, ആരെങ്കിലും എന്തെങ്കിലും മയക്കുമരുന്നോ എന്തെങ്കിലും വെച്ച് നീട്ടിയോ ചോദിക്കാൻ നമുക്ക് നേരം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യാന്നാ സൂറത്ത് ബക്കറയിലെ 132 എന്താ പറയണ അറിയോ? എന്താ അറിയോ? ഇബ്രാഹിം നബി ഉപദേശിച്ചു മക്കളോട് ഇസ്ലാമിനെ. മാത്രമല്ല അതിന്റെ 131 എന്താണെന്നറിയോ? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നീ സമ്പൂർണ്ണ മുസ്ലിം ആകണം. ഇബ്രാഹിം പറഞ്ഞു ഞാൻ പൂർണ്ണ മുസ്ലിമാണ്. അത് വല്ലാത്തൊരു കഴിവാട്ടോ. ഇച്ഛ പിശാജ് ഇത് രണ്ടിനെയും മാറ്റി നിർത്തി റബ്ബിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട് എന്ന് പറയണമെങ്കിൽ അത് ഇബ്രാഹിം നബിക്കും അല്ലാതെ കഴിയില്ല. എന്നിട്ട് അല്ല പറയാണ് അവർ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുക മാത്രമല്ല മക്കളോട് പൂർണ്ണമായിട്ട് കീഴൊതുക്കം അള്ളാഹുവിനാക്കുമോ എന്ന് മക്കളെ മടിയിലിരുത്തി ചോദിച്ചു എന്ന് ഇബ്നു ജരീർ തബരി പറയാണ്. ഇസ്മായിലിനെ മടിയിലിരുത്തി ചോദിച്ചു. 10 വയസ്സ് താഴെയുള്ള ആളുകളെയാണ് സൂറത്തുൽ ലുഖ്മാനിൽ യാ ബുനയ്യ യാ ബുനയ്യ. അതിലൊരു കാര്യങ്ങൾ നോക്ക്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്കാല ഹബ്ബ. മോനെ അണുമണി തൂക്കമുള്ളൊരു കാര്യം. അതായത് സിന്തറ്റിക് ലഹരികളൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ഇന്നത്തെ MDMA ആർക്കും കാണാൻ പറ്റില്ല. ആ വെള്ളത്തിലിട്ട് അലിഞ്ഞു. ഒരു വെള്ളക്കുപ്പി മോളെ കയ്യിലുണ്ട്. അതിൽ സിന്തറ്റിക് ലഹരി ഉണ്ടോ അറിയില്ല, സ്റ്റിക്കർ ഉണ്ടോ അറിയില്ല, നാവിലൊട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ട് ആരും അറിയില്ല. 10 മണിക്കൂറാ ലഹരി. ചൂയിങ്കം, മയക്കുമരുന്നിന്റെ ചൂയിങ്കം, പഞ്ചസാരയുടെയും ഉപ്പ് തരിയുടെയും മിഠായികൾ വളരെ ശ്രദ്ധിക്കുക മക്കളായിട്ട് ബന്ധപ്പെടും. നേരെ മറിച്ച് മക്കളോട് പീഡിയ പോയ ഒന്നും വാങ്ങരുത്. നിങ്ങൾ പീഡിയക്കാർ തന്നാലും ഞാൻ എൻ്റെ മക്കളോട് നിരന്തരമായി ചില പീഡിയയിലെ തൊട്ടടുത്ത് മക്കൾ ഈ നിൽക്കുന്നത് വരെ ഞാൻ ഒഴിവാക്കിച്ചു. എനിക്ക് എന്തോ ഒരു അതൃപ്തിക്കുറവ് തോന്നുക. നമുക്ക് നല്ല വിശ്വാസമുള്ള ആളുകളെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഏത് നിമിഷവും ജാഗ്രത. നിങ്ങൾ നോക്കൂ അയ്യൂബ് നബിയുടെ ജാഗ്രത. ചെറിയൊരു സിമ്പിൾ ഉദാഹരണം. സൂറത്ത് യൂസുഫ് എത്ര കാലമായി വായിച്ചിട്ട്? എത്ര കാലായി? സൂറത്ത് യൂസുഫിന്റെ 4-5 വാചകം എന്താ? യാ ബത്തി എൻ്റെ ഉപ്പ ഇന്നി. നോക്കൂ അദ്ദേഹം പറയാണ് അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. എന്താ ഇതിന്റെ അർത്ഥം? ശരിക്ക് ചിന്തിച്ചോ, അപാരമാണ്. ഓ എത്ര സമയം വിരിച്ചാലും തീരൂല അവർ ഒറ്റായത്. 11 നക്ഷത്രങ്ങളും 1 സൂര്യനും 1 ചന്ദ്രനും. ഇവിടെ ആരാ സൂര്യൻ? ആരാ സൂര്യൻ? സൂര്യനായി തഴുകി തലോടി ഉണർത്തുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. കവി എത്ര കാലം കഴിഞ്ഞിട്ടാ അത് പാടുന്നത്? 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. സൂര്യനെ പോലെയാണ് അച്ഛൻ. വല്ലാത്തൊരു ഗ്രന്ഥം. ആരാ ചന്ദ്രൻ? അമ്മ. അച്ഛന്റെ പ്രകാശമേറ്റ്. നേരത്തെ ഷാഫിയുടെ പ്രസംഗത്തിൽ അതാണുള്ളത്. വീട്ടിൽ നമ്മൾ ചെന്നൊരു വീട്ടില്, ആചാര്യ വീട്ടില്, അവിടെ ഭാര്യ മാത്രമേ ഉള്ളൂ അയാളെ. അപ്പൊ അവരെന്താ പറയാ? ഒരുവിടെ ഇല്ലട്ടോ. ആരാണ് ഈ ഓർ? മക്കള് മാത്രമാണ് എന്താ പറയാ? ബാപ്പ അവിടെ ഇല്ലട്ടോ. അപ്പൊ എല്ലാവരും ഊന്നുന്ന ഈ പോയിന്റ് ഏതാ? സൂര്യൻ. സൂര്യന്റെ ദൗത്യം എന്താ? എല്ലാ ചെടികളെയും വിളിച്ചുണർത്തുക. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ചെടിയില, സൂര്യനിലാണ്. അതുപോലെ തന്നെ ഒരു വീടിന്റെ നിലനിൽപ്പ് ബാപ്പയിലാണ്. ബാപ്പല്ലാത്ത വീടിന്റെ അവസ്ഥ പരിശോധിച്ചോ. ഉപ്പാനോട് ഇവിടെ ഒരു പോയിന്റാണുള്ളത്. എന്തറിയോ?
സാധാരണ ഒരു വീട്ടിൽ ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്ന അത്ര ബാപ്പാനോട് സംസാരിക്കോ പറയോ? പക്ഷേ യൂസുഫ് നബീൻ്റെ അവസ്ഥ എങ്ങനെ അറിയോ? ഇക്കാക്കമാരോടൊന്നും സംസാരിക്കാത്തതൊക്കെ സംസാരിക്കുക ബാപ്പാനോടാ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും അവന് ഫ്രണ്ട്ലിയാണ് അവൻ്റെ ഉപ്പാന്നർത്ഥം. നമ്മളെ ആഗ്രഹം തന്നെ എന്താ അറിയോ? ഞാൻ അവിടെ നിന്ന് ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ ഓന് അപ്പുറത്തെ ബേക്ക് പോയി ഒളിച്ചുത്തിരിക്കണം, എന്നാലും ഇയാൾ ബാപ്പയെ ഒന്നാ. പുലീൻ്റെ മാതിരിയല്ല ബാപ്പ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ. സാധാരണ പാട്ട് എങ്ങനെയാ നമ്മൾ പാടുന്നത്? ഉമ്മതൻ വാത്സല്യം അമൃതായി, ഉപ്പാന്റെ സ്നേഹം കുളിരായി. ഉപ്പാന്റെ സ്നേഹം കുളിരാണ്, അതൊരിക്കലും മാറാത്തതാണ്. 10 മാസം വയറ്റിലിട്ട് നടക്കുന്ന ആളെ പേരാണ് ഉമ്മ. ജീവിതത്തുടനീളം ഹൃദയത്തിലിട്ട് നടക്കുന്ന ആളെ പേരാണ് ബാപ്പ. മകനോട് പറയില്ല നീ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന്, അത് ഭാര്യനോടാ പറയാ. നേരത്തെ പറഞ്ഞില്ലേ, എടീ മോൻ എന്തെങ്കിലും തിന്നിരുന്നോ എന്ന് ചോദിക്കൂ. ഓനോട് നേരിട്ട് ചോദിക്കൂല, പക്ഷെ സ്നേഹം മുഴുവനും മനസ്സിൽ ഒതുക്കി വെക്കുക. ആണ് അങ്ങനെ തന്നെയാ, അധികം ഒഴുകൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്ക്, ബാപ്പാനോട് എന്തും പറയാം. അപ്പൊ ഉടനെ തന്നെ ബാപ്പ മകന്റെ കാര്യത്തിൽ കംഫർട്ട് സോണിൽ മകനെ വരുത്തുകയാണ്. ബാപ്പ, മോനെ ഈ സ്വപ്നം ഒരു അപാര സ്വപ്നമാണ്, അതേ ഒരു നബിയാണ്. നിന്റെ കാക്കാരോട് തൽക്കാലത്ത് പറയണ്ട കേട്ടോ. പറയുമ്പോൾ ഒരു വാപ്പാന്റെ മക്കളാ, പറയല്ലേ മോനെ. കാരണം ഇന്ന ശൈത്താൻ, തീർച്ചയായും ശൈത്താൻ അതുവും മുബീൻ, മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാ. കാക്കാമാരുടെ പിശാചി പ്രവർത്തിക്കും. പറഞ്ഞ പോലെ തന്നെ നടന്നു. യൂസുഫ് ചെറിയ കുട്ടിയാണ്. അപ്പൊ യൂസുഫ് പറഞ്ഞു കാക്കാരോട്, കൊണ്ടുപോയി പൊട്ടക്കണ്ടലിട്ടു. ഇനിയും നിങ്ങൾ ചിന്തിക്കുക ബാപ്പാന്റെ കാര്യം. ആ ബാപ്പ ആരാ? മക്കള് യൂസുഫിനെ നശിപ്പിച്ചു, എന്തോ ചെയ്തു എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അവര് വന്നു ഇശാ എനിക്ക് ബുക്കുൻ കരഞ്ഞുകൊണ്ട്. അപ്പൊ വാപ്പ പറയുന്നൊരു വാക്കുണ്ട്, ഖാലബൽ സവ്വലതുലക്കും അൻഫുസുക്കും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. മക്കളെ, ഇതിന്റെ പേരിൽ യൂസുഫിനോടുള്ള സ്നേഹം കൂടുതലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കണില്ല. നിങ്ങളെൻ്റെ മക്കൾ തന്നെയാ. ഞാൻ ഭംഗിയായിട്ട് ക്ഷമിക്കുകയാണ്. പിന്നെ ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു എന്നത് കൊണ്ട് എനിക്ക് ദുഃഖമില്ല എന്നതിനർത്ഥമല്ല. എൻ്റെ ദുഃഖങ്ങൾ മുഴുവനും ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നു, മൊയ്തീൻ ഷെയ്ഖിനോടല്ല. നോർഡർ സിറ്റി അതിന് പ്രതിസന്ധി ഉണ്ടായി, പ്രതിബന്ധം ഉണ്ടായി. അപ്പൊ പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണെന്നാ. ഇസ്ലാമല്ല. ഇവിടെ അള്ളാഹിനോട് പറയുന്നത്. ചെങ്കടലിന്റെ അടുത്ത് വന്നു, മൂസാ നബീനോട് പറഞ്ഞു, പിടിക്കപ്പെട്ടത് എന്റെ മൂസ. അദ്ദേഹം പറഞ്ഞു, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണോന്ന് ചോദിച്ചു. അസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അതാണ് ഇസ്ലാം. ഇബ്രാഹിം നബിക്ക് അള്ളാഹിനെ തൃപ്തിയായി, നമുക്കും. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ആണ് വൈകുന്നേരവും രാവിലെയും പറയുന്നത്. അത് പറഞ്ഞു വരാൻ മതി. അതുകൊണ്ട് നമുക്ക് അല്ലാഹ് മതി. 1. 2, പരിശുദ്ധ റമദാനാണ് വരുന്നതെന്ന് ഇവിടെ പറഞ്ഞു. വമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫൽയസുമു. ആ റമദാനിന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, ആ മാസത്തിന് ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം സമാഗതമായാൽ നോമ്പ് നോൽക്കട്ടെ എന്ന്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് നോമ്പ്. ഖുർആൻ ഇറക്കി എന്നതിൻ്റെ നന്ദിയാണ് നോമ്പ്. ഈ പോയിന്റ് മനസ്സിലാക്കണം. 2-ാം അധ്യായം 185. ശരി, ഒരു ചോദ്യം. കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഓതി, അന്ന് അവസാനിപ്പിച്ചിട്ട് ഇതുവരെ പിന്നെ നിസ്കാരത്തിൽ ഓത്തൊഴികെ സ്വന്തം ഖുർആൻ കയ്യിലെടുത്ത് ഓതാത്ത ആളുകളൊന്ന് കൈവന്തിക്ക്. സത്യസന്ധമായി കഴിഞ്ഞ റമദാൻ ഓതി തീർത്ത, പിന്നെ ഖുർആൻ കയ്യിലെടുത്ത് ചോദിയിട്ടില്ല. ഇമാം ഓതുന്ന ഖുതുബയൊക്കെ കേട്ടിട്ടുണ്ട്, സ്വതന്ത്രമായിട്ട് കയ്യിലെടുത്ത് ചോദിയിട്ടില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈവന്തിക്ക്. ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്തുണ്ടോ? ഓക്കെ, നല്ല കുട്ടികൾ. ഓക്കെ, അങ്ങനെ ആകട്ടെ. എൻ്റെ മുമ്പിലല്ല, അള്ളാൻ്റെ മുമ്പിൽ. 2, ലൊഹർ ഖളാ ആയാൽ ദുഃഖിക്കുന്നവരൊന്ന് കൈബന്ധിക്ക്. ഒന്ന് പൊന്തിക്ക്. ലൊഹർ ഖളായി, നിങ്ങൾക്കൊക്കെ ദുഃഖം ഉണ്ടാവും, നിങ്ങൾ ആരും പൊന്തിച്ചില്ലെങ്കിലും അല്ലേ. എന്നാ അതേ ദിവസം ഖുർആൻ ഓതിയിട്ടില്ല എന്നത് ലൊഹർ ഖളാ ആയ പോലുള്ള ദുഃഖം നിങ്ങൾക്കുണ്ടോ? എത്ര പേർക്കുണ്ട്? ഇന്ന് ഖുർആൻ ഓതിയില്ലല്ലോ. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ.
5 നേരം നിസ്കരിക്കുന്ന നിങ്ങൾക്ക് ആ ദിവസവും ഖുർആൻ ഓതുക എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവമാണ്. അതുണ്ടാവണം. ഖുർആന വരാൻ പോണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന് ശിഫാണ്. ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബിക്കും. 7-ാം അധ്യായം 204, 6-ാം അധ്യായം 103. കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥാണ് ഖുർആൻ. ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫി സുദൂർ. എന്നിട്ട് പറയാ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. 10-ാം അധ്യായം 57-58. അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശം സത്യമായി. ഞാനന്ന് ളുഹറിന് ഒരു പള്ളിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇവിടെ അടുത്തുള്ള എന്താ കോലളമ്പോ ഇവിടെ അല്ലേ, അവിടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് കേൾക്കണം. ഞാൻ ഈ പ്രസംഗിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട പ്രസംഗം ഒന്ന് ളുഹറിന് നടത്തിയതാണ്. അന്ന് നിർബന്ധമായിട്ട് കേട്ടോളി. അപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് ഈ റമദാനിലേക്ക് കടക്കണതിന് മുന്നേ തന്നെ കേട്ടിട്ട് കിടന്നോളി, ഉപകാരപ്പെടാതിരിക്കില്ല. അത് തേന അങ്ങനെ ഉറ്റിച്ചതാ. അത് അള്ളാന്റെ ഖുർആൻ മാത്രമേ പറഞ്ഞേ, എൻ്റെ പ്രസംഗത്തിൻ്റെ വൈഭവം കൊണ്ടല്ല, ആയത്തുകളാണ് അതിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥവും അത്രയേ ഉള്ളൂ. മുജാഹിദുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. കാരണം അള്ള പറയുന്നുണ്ട് ഈമാൻ വർദ്ധിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വീടിന് നല്ല പെയിന്റ് അടിക്കുക, പല്ല് നല്ല പല്ല് വെക്കാം, ബ്രഷ് കൊണ്ട് പല്ല് തേക്കാം. 5 മിനിറ്റ് പല്ല് തേക്കാൻ എടുക്കുന്നുണ്ട്. 5 മിനിറ്റ് എന്നും ഖുർആൻ വായിക്കാൻ എടുക്കുന്നുണ്ടോ? എന്നും പല്ല് മിനുക്കാൻ 5 മിനിറ്റ്. ഹൃദയം മിനുക്കാനോ? ഹൃദയം മിനുക്കാൻ 5 മിനിറ്റ് എടുക്കണ്ടോ? യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. ഖുർആൻ ഓതിയിട്ട് ഉത്ബുദ്ധത ഉണ്ടാകണേ, നമ്മൾ പഠിക്കണ്ടേ. അതുകൊണ്ടാണ് 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 2-ാമത്തെ വചനം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ആയത്ത് ഓതി കൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ ഉണ്ടാവും. 8 2-ാമത്തെ വചനം. ഇനി വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ ഇവിടെ ഉള്ളവരൊക്കെ അല്ലേ? ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വന്നവർ. ഭർത്താവ് മാത്രം ഒന്ന് കൈബന്ധിക്ക്. നിങ്ങളെ കൂടെ ഭാര്യയുണ്ട്, അങ്ങനെയുള്ള ഒരാൾ കൈബന്ധിച്ചേ. ഓക്കെ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഉണ്ട്. അങ്ങനെയുള്ളവരൊന്ന് ബന്ധിച്ചേ. മാഷാ അല്ലാഹ്. ശരി, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ വീട് എന്താകണം എന്നാണ് അല്ല പറഞ്ഞത്? അല്ല പറഞ്ഞ് വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. 33-ാം അധ്യായം 34. ഒരിക്കലും മറക്കരുത്. 33-ലെ 34. വേഗം 33, 34 ഓർക്കാൻ എളുപ്പമാണ്. അതിലെന്താ ഉള്ളത് അറിയോ? നിങ്ങളെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. അപ്പോൾ ഒരു കാര്യം കിട്ടി. നമ്മുടെ മകൾ മേലെ ഉണ്ട് വീട്ടിൽ, റൂമിൽ. അവൾ ഓർക്കേണ്ടത് ഖുർആൻ ആകണം. കാരണം സുബൈക്ക് ഉമ്മയും ബാപ്പയും എല്ലാവരും കൂടി ഇരുന്ന് അമാനമുലവിൻ്റെ, ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, ഇത് 2025 ഫെബ്രുവരി 20 ഇന്ന് രാത്രി നിങ്ങൾ 3 ആയത്ത് പഠിച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും 3 ആയത്ത്. അങ്ങനെയാണെങ്കിൽ 2031 ഫെബ്രുവരി 20 ആകുമ്പോൾ ഖുർആൻ കംപ്ലീറ്റ് തീരും. 6 കൊല്ലം കൊണ്ട് 3 ആയത്ത് പഠിച്ചാൽ ഖുർആൻ കംപ്ലീറ്റ് തീരും, അർത്ഥസഹിതം. പഠിക്കാൻ തയ്യാറുണ്ടോ? നോക്കും. ഞാൻ പേരൊന്നും ചോദിച്ചോട്ടെ, ഇതിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? സത്യസന്ധമായി പറയൂ, എത്ര സമയം? അത്താ ഇബ്നു റബാഹ എന്ന് പറയുന്ന താബികളിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹം 3-8-24 8 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രം. 8 മണിക്കൂർ 8 മണിക്കൂർ ഇബാദത്തിന് വേണ്ടി മാത്രം. 8 മണിക്കൂർ കുടുംബത്തിന് വേണ്ടി. നമ്മളോ 24 മണിക്കൂർ. ഇനി ഞാൻ വേറെ ചോദിച്ചു, ഞാൻ നേരത്തെ നിസ്കരിക്കുമ്പോൾ കുറേ ആളുകളെ നോക്കി. റുക്കൂവിൽ എത്തുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, സുജൂദിൽ എത്തുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. സുന്നത്ത് നിസ്കരിച്ചവരെയാണ് നോക്കിയത്. ഫർദിൽ ഒരേ ഇമാമ് പൊങ്ങുന്നതിനനുസരിച്ച് അതെല്ലാം പറയുന്നത് സുന്നത്ത്. ഞാൻ അള്ളാഹിനോർത്ത് നിങ്ങളോട്, നിങ്ങളെ നിസ്കാരം ആരും അറിയാതെ വേറൊരാളെ കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് പകർത്തിക്കുക. അപ്പം നിങ്ങളെ റുക്കുവിൻ്റെ സെക്കൻഡ് നിങ്ങൾ നോക്കുക, എങ്ങനെയായിരിക്കും അറിയോ? ഞാൻ ഈ വിരലുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ വേഗം മനസ്സിലാവുതാ. സുജൂദ് കോഴി കൊത്തുന്ന പോലെ എന്ന് മുത്തുനബി. ഞാൻ ചോദിക്കുന്നത്, സുജൂദിൽ അടങ്ങിക്കിടന്ന് കൈവെക്കേണ്ട പ്രകാരം കിബിലക്ക് നേരെ വിരലുകൾ വെച്ച് ശരിക്കും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഉഫ്ർലീന്ന് ഈ ആയത്തും ഇതിൻ്റെ പശ്ചാത്തലവും ഒക്കെ നമുക്ക് ഓർമ്മ വരുമോ? ഇതൊരായത്താണ്. അധ്യായം ഇറങ്ങിയതിന് ശേഷമാണ് ഈ പ്രാർത്ഥന രൂപപ്പെട്ട്. നബിയുടെ അവസാന ഘട്ടത്തിൽ ഈ ദുആ മാത്രമേ ഉണ്ടായിരുന്നത്. എങ്കിൽ മര്യാദക്ക് സുജൂദ് കിടന്നിട്ട് അടുത്ത സ്റ്റെപ്പ് കൃത്യമായിട്ട് അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ?
ഇനി മുതൽ അങ്ങനെ നിസ്കരിക്കോ മസ്ജിദിൽ സുജൂദ. ആ സുജൂദിൽ റബ്ബിനോട് ഏറ്റവും അടുത്ത ഒരടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് അവന്റെ സുജൂദിലാണ്. എന്തൊക്കെ പറയാനുണ്ട്? റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്കൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. സുന്നത്തിൽ എത്ര സമയം റുക്കൂയിൽ അത്ര തന്നെ സുജൂദ്. ഒരു ഉദാഹരണം പറയാം. ആയിഷ ബി പറയാണ്, ഒരു തറാവീഹിന് റസൂലുള്ളാഹ് സൂറത്ത് ബഖറ, ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ടാണ്, തറാവീനല്ല, ഇബ്നു അബ്ബാസ് പിറകിലുണ്ട്, 13 വയസ്സാ. അപ്പൊ അദ്ദേഹം ഇടത് ഭാഗത്ത് നിന്ന് നബി ഇങ്ങനെ ചെവി പിടിച്ചിട്ട് വലത്ത് ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് നബി നിസ്കരിക്കുമ്പോൾ സൂറത്ത് ബഖറ ഓതി. അപ്പം അദ്ദേഹം വിചാരിച്ചു സൂറത്ത് ബഖറ ഓതിയാ റുക്കൂ പോകുന്നു. സൂറത്ത് ആൽ ഇംറാൻ ഓതി 200 ആയത്താ, ബഖറയിൽ 286 ആയത്താ. ഇപ്പൊ 486 ആയത്ത് ഓതി. അടുത്ത സൂറത്ത് നിസാ 170 ചില്ലാണ് ആയത്താ. ഈ 3 അധ്യായം ഓതിയിട്ടാണ് നബി റുക്കൂല് പോണത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, ഈ 3 അധ്യായം ഓതി അത്രയും സമയം റുക്കൂ കിടന്നു. നമ്മളാണ് ആയുഷ്കാലം പിന്നെ നിർത്തുവോ? അത്ര തന്നെ റുക്കുവും അത്ര തന്നെ സുജൂദും. നമ്മളോ അതിലൊരധ്യായം ഓതിയ ദിവസമാണ് ഫുള്ള് ഓതി തീർത്ത് 30 ദിവസവും. സത്യല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാറോ, കഴിഞ്ഞ വർഷത്തെ ഇമാമ് നിസ്കരിച്ച് തീർത്തീനും, പ്രാവശ്യം ചെങ്ങായിക്ക് റുക്കുവും സുജൂദും. അപ്പൊ ആരോട് നമുക്ക് ദേഷ്യവും? റുക്കുവിനോട് സുജൂദിനോട്. ഓവറാകാൻ പാടില്ല. പ്രായം ചെന്നോലൊക്കെ പരിഗണിക്കണം. അതല്ലേ ഞാൻ പറയുന്നത്. സ്വന്തക്ക് ഇങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ? അതിനാ പള്ളി. രാത്രി അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മകൾ ഒരു പരാതി പറയുന്നുണ്ട്. ഇപ്പച്ചേ എനിക്ക് സ്വർണ്ണമില്ല, ബാക്കിയുള്ള കുട്ടിക്കൊക്കെ സ്വർണ്ണുണ്ട്, ചുരുക്കി പറയാൻ. അപ്പൊ അബൂ ഹുറൈറ ചോദിക്കുക, ആര് പറഞ്ഞു എന്റെ കുട്ടിക്ക് സ്വർണ്ണമില്ലാന്ന്? അവർക്ക് ദുനിയാവിൽ അണിയാനേ സ്വർഗമുള്ളൂ, നിനക്ക് സ്വർഗത്തിൽ അണിയാൻ സ്വർണം ബാപ്പ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കൗതുകത്തോടെ ചോദിച്ചു, എവിടെ വാപ്പ ആ സ്വർണ്ണം എവിടെയെന്ന്? അപ്പൊ അബൂ ഹുറൈറ പറയണം, മോളെ, ഈ വീട്ടിലല്ലാതെ ഏതെങ്കിലും ഒരു വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് നേരം വെളുക്കുന്നവരെ കത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ? അബൂ ഹുറൈറ ചോദിക്കുകയാണേ, ശരിക്കും മനസ്സിലായിക്കോളി എന്താ സംഭവം. അബൂ ഹുറൈറ രാത്രി കുറച്ചുറങ്ങിയിട്ടും എഴുന്നേക്കും. എന്നിട്ട് ദൈർഘ്യമേറി 11 റക്അത്ത് നിസ്കരിക്കും. വിത്തറിലേക്ക് എത്തുമ്പോൾ ഭാര്യനെ വിളിക്കും. പിന്നെ ഭാര്യ നിസ്കരിച്ച് അവർ വിത്തറിലെത്തുമ്പോൾ മകളെ വിളിക്കും. അങ്ങനെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും രാത്രി നിസ്കാരം നിസ്കരിക്കും. എന്നിട്ട് ഈ ഉപ്പ മോളോട് പറയാണ്, മോളെ, സ്വർഗത്തിൽ വളയണിയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ രാത്രി നമസ്കാരക്കാരുണ്ട്. എൻ്റെ കുട്ടിക്ക് സ്വർഗത്തിൽ വളയണിയിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ബാപ്പ നിന്നെ വിളിച്ചുണർത്തുന്നത്. അവർക്കൊന്നും അതിനുള്ള ഭാഗ്യമല്ല. അങ്ങനെ തൃപ്തിപ്പെട്ട മക്കളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മളോ അത് സ്വർഗത്തിൽ എത്തിയിട്ടല്ല വാപ്പ, അങ്ങനെ 2 പവമായി തെരിയുന്നു. വ്യത്യാസം ചിന്തിക്കുക. ഇന്നത്തെ ക്ലാസ് സത്യത്തിൽ ഇതൊരു പള്ളി ഉദ്ഘാടനം മാത്രമല്ല, റമദാൻ്റെ മുന്നോടിയായിട്ടുള്ള നല്ലൊരു, ഞാൻ സത്യങ്ങളോട് പറയില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ, ഷാഫീൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. എനിക്ക് സങ്കടം സഹിക്കുക വയ്യാതെ എനിക്കൊന്ന് ഉറക്ക കരയണം തോന്നിയിട്ടാണ് പുറകോട്ട് പോയത്. കാരണം എൻ്റെ അമ്മയായിട്ടുള്ള എൻ്റെ ബന്ധം 10 കൊല്ലം തളർന്നു കിടന്നപ്പോഴും, പുത്തനത്താണിന്ന് വീട് മാറ്റി ഉമ്മൻ്റെ അടുത്ത് പോയപ്പോഴും, ഉമ്മ ഞങ്ങളൊക്കെ നിൽക്കെ മരിച്ചു പിരിയുന്നത് കണ്ണോട് കണ്ടപ്പോഴും, ഖബറിൽ കൊണ്ടുപോയി ചേർത്തപ്പോഴും, അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിങ്ങൽ വന്നിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. സത്യത്തിൽ ഷാഫിൻ്റെ പ്രസംഗം ഞാൻ ഒരുപാട് കേൾക്കുന്ന, ഞങ്ങൾ തമ്മിൽ പോയിൻ്റൊക്കെ ഡിസ്കസ് ചെയ്യും. എന്നാലും ഇന്ന് വല്ലാത്തൊരു, നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു നെഞ്ചെടുപ്പ് വരിക എനിക്ക്. അതുകൊണ്ട് ഇന്ന് പള്ളി ഉദ്ഘാടനത്തിൽ വന്ന ഒരാൾക്കും നഷ്ടമില്ല. ഇന്ന് ഈ പ്രസംഗം കേട്ട, ലൈവ് കേട്ടവർ ഭാഗ്യവാന്മാരാണ്. നാളെ ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരും ഭാഗ്യവാന്മാരാണ്. സെപ്പറേറ്റ് പ്രസംഗങ്ങൾ എടുത്തുവിടണം. എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാ പ്രസംഗവും. ഞാൻ എല്ലാ പ്രസംഗവും കേട്ടു, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖുർആനുമായൊരു ബന്ധം, ഒരു ഖുർആനിക വചനം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് 3 പോയിന്റോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. സൂറത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞ അധ്യായമുണ്ട്, 47 അധ്യായം 24-ാമത്തെ വചനം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താണ് അവർ തുറന്നു നോക്കാത്തതെന്ന്. അപ്പൊ ഖുർആനിലേക്ക് നമ്മുടെ ഹൃദയത്തെ തുറന്നു വെക്കുക. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹ് ഹൃദയത്തിൽ സീല് വെക്കാൻ അവസരം ഉണ്ടാവരുത്. നോക്കൂ, 49-ാം അധ്യായം 14 പറയുന്നത് എന്താ? വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഈമാൻ കടക്കേണ്ടത് ഹൃദയത്തിലാണ്. ഈമാൻ കൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. അതാണ് റമദാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസം. അതാണ് ഒരു പോയിന്റ്. അതുകൊണ്ട് ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം. അടുത്തത് യുവാക്കളോട് 2 മിനിറ്റ്. നിന്റെ യൗവനം, വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ യൗവനം
മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതം, ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ സമ്പന്നത, തിരക്ക് വരുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം. ഒരു ഹദീസിൽ വന്ന ലഫ്ളുകളാണ്, ഫലപ്രദമായി ഉപയോഗിക്കണം. നമ്മളിവിടെ ഈ പള്ളിയോടനുബന്ധിച്ച് വരേണ്ട ഒരു വളരെ പ്രധാനമായൊരു ഓഫീസിനെ പറ്റി ഞാൻ പറയാം. അത് ഡി അഡിക്ഷൻ സെന്റർ പോലെയുള്ളൊരു സ്ഥാപനമാണ്. അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞി സ്ഥലം, ഒരു കൗൺസിൽ കൊടുക്കാനെങ്കിലും, മയക്കുമരുന്നിന് മദ്യത്തിന് അടിമപ്പെട്ടവർക്ക് കൗൺസിൽ കൊടുക്കാൻ ഒരു റൂം മതി, ഒരു നല്ല റൂം, വൃത്തിയുള്ള ഒരു പണ്ഡിതനോട് ഇരുന്നിട്ട് ഇവരെ എല്ലാ പള്ളിയോടും ചേർന്ന് വരേണ്ടതാണ്. ഇടവണ്ണ പ്രൊജക്റ്റിലൊക്കെ അതുണ്ട്. ഇപ്പം ഇന്നത്തെ മാധ്യമത്തിലെ വാർത്ത എന്താ അറിയുന്നത്? ഡി അഡിക്ഷൻ സെന്ററിൽ ആള് ഫുള്ളായിട്ട് പുറത്ത് ക്യൂ നിൽക്കുകയാണ് മാതാപിതാക്കൾ. അത്രയും വലിയ ദുരന്തമാണ് മദ്യവും മയക്കുമരുന്നും. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊക്കെ പേടിക്കണ്ട. കുട്ടികളെ കൂടെ ചെലവഴിച്ചാൽ മതി. കുട്ടികളെ കൂടെ ടൂർ പോവുക, കുട്ടികളെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുക, കുട്ടികളെ കൂടെ ടെക്സ്റ്റൈൽസ് പോവുക, കുട്ടികളെ കൂടെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ചെയ്യുന്നതുകൊണ്ട് പറയുകയല്ല, ചെയ്യേണ്ട കാര്യം, മക്കളെയും കൊണ്ട് രോഗിനെ കാണാൻ പോവുക, മക്കളെയും കൊണ്ട് മരിച്ചെടുത്ത് പോവുക, മക്കളെയും കൊണ്ട് രോഗിനെ കണ്ട് അയാൾക്ക് എന്തേലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മക്കൾ ചോദിക്കും, വാപ്പ എന്തിനാ പോണ്? അത് മോനെ, ഉപ്പാൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇന്നടത്ത്, അയാൾ കാല് കൊഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മകൻ്റെ കയ്യിൽ കൊടുക്കുക എന്തെങ്കിലും, മോനെ ആരും അറിയാതെ കാക്കൻ്റെ കയ്യിൽ കൊടുക്കുക, എന്നാൽ അവനതൊരു ശീലമാവും. അങ്ങനെ നിങ്ങൾ മക്കളെ കൂടെ കൂട്ടി നോക്ക്. നിങ്ങൾ നോക്ക്, ഇസ്മായിൽ നബീനെ ബാപ്പ വളർത്തിയുണ്ട്. ഇസ്മായിൽ നബീൻ്റെ പ്രത്യേകത പിന്നെ ഖുർആൻ പറയുന്നതെന്നറിയോ? ബാപ്പയിൽ നിന്ന് ദീന് പഠിച്ച മകനെ പറ്റി പിന്നെ ഖുർആൻ പറയുന്നതെന്നറിയോ? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ വസ്സകാ. ഇസ്മായിൽ നബി കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കുകയായിരുന്നു. 19-ാം അധ്യായം 55. കൃത്യ ബാപ്പാര് മാതൃക കാണിച്ചു കൊടുത്താൽ മതി, വലിയ മാറ്റം ഉണ്ടാവും. അതാണ് യുവാക്കളോട്, യുവാക്കളെ, നിങ്ങളുടെ യൗവനം അള്ള ചോദ്യം ചെയ്യും. അതിനെ ഫലപ്രദമായി എല്ലാ തെറ്റും വിട്ടു നിൽക്കുക. അടുത്തത് നരകം. ആ നരകത്തെ പറ്റി പറയുമ്പോൾ ഒരു പോയിന്റ്, ഒരു ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ടൊരു സഹാബി വിങ്ങിപ്പൊട്ടി കരയാണ്. കരച്ചിൽ ദൈർഘ്യമേറിയപ്പോൾ ഭാര്യയും കരഞ്ഞു. ഈ ഭർത്താവ് ചോദിച്ചു, ഞാൻ കരഞ്ഞത് ഒരു കാര്യം ഓർത്തിട്ടാണ്. നീ എന്തിനാ കരഞ്ഞ്? നിങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, നിങ്ങൾ കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു. ഞാൻ കരഞ്ഞത് ഒരായത്ത് ഓർത്തിട്ടാ. അപ്പോൾ ഭാര്യ ചോദിച്ചു, ഏതായത്ത്? വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. 19-ാം അധ്യായം 71-ാമത്തെ വചനം. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. അള്ളാന്റെ ഖണ്ഡിതമായ തീരുമാനമാണ് ആ നരകത്തിന്റെ വക്കിൽ വരും. അതുകൊണ്ട് ഉപദേശങ്ങളെ ചെവിക്കൊള്ളുക. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ. നരകത്തിൽ മുഖം കുത്തി വീഴും, അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. 33-66. ബദ്ദൽനാഹു ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ ആദാബ്. 4-ാം അധ്യായം 54. ഓർക്കണം, ഇന്നഹാ തർമീ ബിശർറിൻ കൽകസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെ കൊട്ടാര സമാനമായ നരകത്തിന്റെ തീപ്പൊരി. കല്ലാ ഇന്നഹാ ലല്ലാ നസ്സാഅത്തൻ ലിശവാ. തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാല, അതാണ് നരകം. സൂറത്ത് മആരിജ് 15-16, 70-ാം അധ്യായം. മാ സലക്കക്കും ഫീ സഖർ. എന്തേ സഖറിൽ അറിയപ്പെട്ടത്? ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല. വലം നകുനു തഈമുൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല. ഫകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. തോന്നിവാസികളുടെ കൂടെ കൂടി, കൂട്ടുകെട്ട് തോന്നിവാസികളുടെ കൂടെയാകാൻ. യാ വൈലത്താ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീലാ. പരലോകത്തെത്തിയിട്ട് നരകത്ത് പോകുമ്പോൾ പറയണാണ്, ചീത്ത കൂട്ടുകെട്ടായിരുന്നു, അവൻ എന്നെ കേടിരുത്തി. ലഖദ് അളല്ലനി അനി ദിക്ർ. എനിക്ക് ഉത്ബോധനമൊക്കെ കിട്ടിയിരുന്നു, വിദ്യാർത്ഥി സമ്മേളനത്തിലേക്കൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു, പ്രോഫ്കോണിലേക്ക് ക്ഷണിച്ചിരുന്നു, മെയ് മാസത്തിലെ പെരുന്തൽമണ്ണയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഞാൻ ഫഖദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹ്. ഇതൊന്നും അല്ലാഹ് പറഞ്ഞല്ല, നിങ്ങൾ പോയി കൊളിയാറുണ്ട്. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ മാ കുന്നാ ഫി അസ്ഹാബിസ് സഗീർ. 67, 8, 9, 10. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നരകത്തെ കാണുക. റസൂലുള്ളാഹ് രാത്രി എഴുന്നേൽക്കും, മുഖത്ത് ഉറക്കിൻ്റെ അടയാളം തടവിക്കൊണ്ട് ആയിഷ ബീവിനോട് പറയും, ആയിഷ അന്നാറു ഹക്കുൻ അൽ ജന്നത്തു ഹക്കുൻ യാ ആയിഷ. ആയിഷ, നരകം സത്യമാണ് ആയിഷ, സ്വർഗവും സത്യമാണ്. റസൂൽ പറയാണ്, നിങ്ങളെ ചെരുപ്പിൻ്റെ വാറ് 2 കാലിനിടയിൽ കൂടെ ഇറങ്ങി നിൽക്കില്ലേ, ആ എത്ര അടുത്ത കാലിനോട് അത്ര അടുത്ത് സ്വർഗമുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും. മസലി വമസലുക്കും കമസലു റജുലിൻ നൗകദ നാറ. ഒരു തീ കത്തിച്ചു വെച്ച ഒരാൾ
വണ്ടുകളും പ്രാണികളും തീയിൽ വീഴാണ്ടിരിക്കാൻ അയാൾക്ക് ഇങ്ങനെ തടുക്കുകയാണ്. അതുപോലെ ഞങ്ങളെ അരക്കെട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. നിങ്ങളിൻ്റെ കൈ തട്ടിയിട്ട് നരകത്ത് ചാടുകയാണ്. റസൂലിന് അത്ര വലിയ ആഗ്രഹം നമ്മൾ സ്വർഗത്ത് പോകാൻ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഈ മസ്ജിദ് ഉത്തരോത്തരം വളരട്ടെ. ഞാൻ പറഞ്ഞ സംവിധാനങ്ങളെ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, പാവപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ്, രക്തത്തിൻ്റെ ഏത് ഗ്രൂപ്പ് എന്നുള്ളൊരു ലിസ്റ്റ്, വളരെ വലിയ വിപ്ലവം. ഇന്ന് എൻ്റെ പെങ്ങൾക്ക് വലിയൊരു സർജറി നടക്കാൻ ഇക്രയിൽ, ഏറ്റവും ഇളയ പെങ്ങൾക്ക്. അവൾക്ക് ആവശ്യമുള്ള ബ്ലഡ് വേണം. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, കുറേ പേര് അയച്ചു കൊടുത്താൽ കിട്ടും. നമ്മുടെ കുടുംബത്തിൽ തന്നെ അതുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പോയി രക്തം കൊടുത്തു. ഇപ്പം ഇവിടെ ഒരു പ്രശ്നം പെട്ടെന്ന് വന്നു, വളരെ റെയറായൊരു ബ്ലഡ്. ഉടനെ മസ്ജിദ് തൗഹീദ് പോയാൽ കിട്ടുന്നു. ഇവിടുത്തെ ഹിന്ദുവിന് പറയാൻ കഴിയണം, ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് പറയാൻ കഴിയണം. നാളെ തന്നെ അതിൻ്റെ വർക്കും തുടങ്ങണം. കാത്തിക്കരുത്, മറ്റന്നാളേക്ക് സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. പാവപ്പെട്ടവർക്കുള്ള ധനം, കൗൺസിൽ സെൻറ്റർ, സ്ത്രീകൾക്ക് ഉപദേശം കൊടുക്കുന്ന സ്ഥലം, ക്ലാസ്, രാവിലെ എല്ലാ സുബഹിക്കും ഒരു 3 ആയത്ത്, വെറും 3 ആയത്ത് ഒരാൾ വായിച്ചു കൊടുക്കുക. അത്യാവശ്യം വായിക്കാനും ഖിറാത്തും അറിയുന്നവർ മാറി മാറി വായിക്കുക. ഒരു സെഫിൽ ഒരാളാണ് വായിക്കണമെങ്കിൽ അടുത്ത ദിവസം അടുത്ത ആൾ മൈക്കിലൂടെ വായിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാവരും ഒന്ന് പഠിക്കുക. ഒരു 10 മിനിറ്റ് ഉപദേശിക്കാൻ ഒരു മൗലവി വന്നിട്ടില്ലേ ഖുതുബ പറയാൻ വരെ ആ പള്ളിയിൽ ആളുകൾ പ്രാപ്തരാകുക. പട്ടാളപ്പള്ളിയിൽ ഉമർ മൗലവി പറയായിരുന്നു, ഖുതുബ നടത്തുമ്പോൾ പേടിയാണ്, കാരണം ഞങ്ങളെക്കാൾ ഹദീസ് പഠിച്ച ആളുകൾ സെഫിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വളരുക, അങ്ങനെ വളരട്ടെ ഈ പ്രദേശത്ത്. പേര് സ്ഥലമൊക്കെ മറന്നു. ചെറുവല്ലൂർ ചങ്ങരകുളം സമ്മേളനം TK വിശദീകരിച്ചു. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ആ പന്തലിൻ്റെ നീളങ്ങൾ ഓർത്തല്ലോ, വെളുത്തെ പരവതാനി അല്ലേ, ഇങ്ങനെ നമ്മുടെ ഷെഡോർമ വരുന്നുണ്ടാവും മനസ്സിൽ. നോക്കത്താ ദൂരത്ത് അങ്ങപ്പുറം വരെ അത് നിറയെ ജനം. ആ സ്നേഹവും ഐക്യവും പിന്നീടെന്തോ പരീക്ഷണമായി തീർന്നു. അള്ളാഹു നമുക്ക് മാഫിറത്ത്, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ പല കാര്യത്തിൽ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കാൻ ഈ പള്ളി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇനി ഇവിടെ നിരന്തരമായി ഈ പ്രക്രിയകളൊക്കെ നടക്കണം. അള്ളാഹു നല്ലൊരു കമ്മിറ്റി നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും. നല്ല ഇച്ഛാശേഷിയും ഇടയ്ക്കിടയ്ക്ക് കൂടിയാലോചനയും ഒക്കെ ഉണ്ടാവണം. അതിനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരു കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓരോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി പള്ളി വന്നിട്ടുണ്ട്, നിങ്ങൾ വരണം, താത്താനെയും കൊണ്ട് വരണം, മോളെയും കൊണ്ട് വരണം. ഒരു 2-3 ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ വീട്ടിലും കയറി നോക്കും. അയച്ചു വരുന്നവർ വന്നോട്ടെ, നമ്മൾ അറിയിച്ചാൽ അങ്ങനല്ല. ഇന്നത്തെ കാലത്ത് ക്ഷണിച്ചുകൊണ്ടുവരണം, വിളിച്ചുകൊണ്ടുവരണം. വന്ന് കിട്ടിയാൽ പിന്നെ നിങ്ങൾ പോവുകയേ വേണ്ട, പിന്നെ അവർ പള്ളിയിൽ നിന്ന് പോകില്ല. അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ ആവട്ടെ നമ്മുടെ മസ്ജിദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.